ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായം നമ്മൾ പല പ്രാവശ്യം വായിച്ചതാണ്. ഈ പ്രാവശ്യം വായിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എബ്രായർ 6 അതിൻ്റെ 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളാണ് നമ്മൾ ഈ പ്രതിമാസ ധ്യാനത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനം. അതെ, ഈ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ ഇതിനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ഒന്നിച്ചു പോകും. മാനസാന്തരവും വിശ്വാസവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന അടിസ്ഥാനങ്ങളാണ് അല്ലേ, മാനസാന്തരവും വിശ്വാസവും. പിന്നീടുള്ള 2 സ്നാനങ്ങൾ, അവിടെ അറിയാമല്ലോ, ജലസ്നാനവും ഉണ്ട്, അഭിഷേകവും പരിശുദ്ധാത്മ സ്നാനവും ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെ കൈവെപ്പും. അപ്പോൾ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്നു, സഭയിലേക്ക് കടന്നു വന്നു, അഭിഷേകം പ്രാപിച്ച അന്യോന്യം നമ്മൾ സേവിക്കുന്നു. അതാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. ഇനിയുള്ള 2 ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനവും നിത്യ ശിക്ഷ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ. അപ്പോൾ ഒരു രീതി പറഞ്ഞാൽ ഈ 6 കാര്യങ്ങളും അങ്ങനെയാണ് നമുക്ക് വേണേൽ മനസ്സിലാക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം, നടുഭാഗം, ഒടുക്കം. വേറൊരു രീതി പറഞ്ഞാൽ നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇനിയുള്ള 2 ഭാഗങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യകാലത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനം. ബൈബിളിൽ ഈ ഉയിർപ്പ്, പുനരുത്ഥാനം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ വളരെ ഒരുപാട് വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതെല്ലാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. മാത്രമല്ല അതിനകത്തൊക്കെ ഒരുപാട് തർക്ക വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തുടങ്ങിയപ്പോഴും ഈ വീട്ടിൽ വെച്ചാണ് തുടങ്ങിയത് അല്ലേ. തുടങ്ങി അന്നേ പറഞ്ഞത് ആത്മീയ ധ്യാനമാണ്. ഉപദേശം നിങ്ങളെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ധ്യാനിച്ച് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ഗുണകരമാക്കാം, പ്രയോജനമാക്കാം അല്ലേ. പിന്നെ നമ്മൾ സഭയിലെ നേതാക്കന്മാരാണ് നിങ്ങളെല്ലാം. നിങ്ങൾക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് ഈ ധ്യാനം ഞാൻ നയിക്കുന്നത്. അപ്പോൾ ഈ മരിച്ചവരുടെ പുനരുത്ഥാനവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനവും ഈ 2 ബൈബിളിലുണ്ട് അല്ലേ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റിസറക്ഷൻ ഓഫ് ദ ഡെഡും ഉണ്ട്, റിസറക്ഷൻ ഫ്രം ദ ഡെഡും ഉണ്ട്. 2 അറിയാമോ? മരിച്ചവരുടെ ഉയിർപ്പുമുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയിർപ്പുമുണ്ട്. അത് 2 തമ്മിൽ ബന്ധമുണ്ട്, 2 തമ്മിൽ ഒരല്പം വ്യത്യാസമുണ്ട് അല്ലേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയിർപ്പെന്ന് പറഞ്ഞാൽ ഉയിർപ്പ് ആ ഒരു വസ്തുതയെ സൂചിപ്പിക്കുന്നതാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഉയർക്കുന്നു അല്ലേ. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം പ്രാപിച്ചു. മരിച്ചവരുടെ ഉയർപ്പ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ഉയർപ്പെന്നുള്ള പൊതുവായ വിഷയമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരുടെ ഉയർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ അന്ത്യകാലത്ത് കർത്താവ് മടങ്ങി വരുമ്പോൾ ഉയർപ്പ് പ്രാപിക്കും. ആ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല ഉയർപ്പിനെ കുറിച്ച് നമ്മളിനി 3-4 ആഴ്ച പഠിപ്പിക്കാൻ പോവല്ല. പറയുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇത് തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം ഒന്ന് സൂചിപ്പിക്കാൻ നമുക്ക് 1 പത്രോസ് 1:3 വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള കർത്താവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. മതി മലയാളം നിർത്തുന്നില്ല, ഇംഗ്ലീഷിൽ നിർത്തും അല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? കർത്താവ് മരിച്ചവരുടെ അല്ലേ. 1 പത്രോസ് 1:3 കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചത് കൊണ്ട് നമുക്കെന്ത് ഗുണമുണ്ടായി? നമുക്ക് ജീവനുള്ള പ്രത്യാശ ലഭിച്ചു അല്ലേ. കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പ് പ്രാപിച്ചുകൊണ്ട്. ഇനി 1 കൊരിന്ത്യർ 15:12 ഒന്ന് വായിച്ചേ. ഇത് 2 തമ്മിലുള്ള ബന്ധം അവിടെ സ്പഷ്ടമാക്കുന്നുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് പ്രസംഗം. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത്. കണ്ടോ, ഇത് 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അത് ബന്ധവും വ്യത്യാസവും 2 അവിടെ കിടപ്പുണ്ട് അല്ലേ. ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, അതാണ് സുവിശേഷം. അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കുള്ള അനുഭവമാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. അത് 1-ാമത്തെ പകുതി വിശ്വസിക്കുന്നുണ്ട്, 2-ാമത്തെ പകുതി ഇല്ലെന്നായിരുന്നു കൊരിന്ത്യ സഭയിൽ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുത്തെ വിഷയം നമ്മളിനി 1 കൊരിന്ത്യർ 15 ഒരുപാട് ധ്യാനിക്കും. കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് എന്തെന്നുള്ളത്, മരിച്ചവർക്ക് ഇനി എന്തുള്ളത്? പുനരുത്ഥാനമുള്ളത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ അല്ലേ? കർത്താവ് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം പ്രാപിച്ചത് കൊണ്ട് നമുക്കെന്തുണ്ട്? മരിച്ചവർക്കിനി പുനരുത്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ
എബ്രായർ 6 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അനുഭവത്തെക്കുറിച്ചാണ്, വിശ്വാസികളുടെ അനുഭവം, അല്ലാതെ കർത്താവിൻ്റെ ഉയിർപ്പ് അടിസ്ഥാന ഉപദേശമാണ് അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അടിസ്ഥാന ഉപദേശമാണ്, സുവിശേഷമാണത്, അല്ലേ? ഇതല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾ, വിശ്വസിക്കുന്നവർ അനുഭവിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തെക്കുറിച്ച്, അല്ലേ? അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ പുനരുദ്ധാനം. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനമല്ല. അത് പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയിർപ്പെന്ന് പറയുന്ന ഒരു വസ്തുതയെ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് അനുഭവമാണിത്, അല്ലേ? അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചെറിയൊരു വിഷയം മാത്രമേ ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ, അല്ലാതെ രണ്ടാം വരവിനെ കുറിച്ചുള്ള എല്ലാ ചാർട്ടും വരച്ച് പഠിപ്പിക്കാൻ പോകുന്നില്ല. അപ്പം എനിക്ക് ആശ്വാസമായി. മരിച്ചവരുടെ പുനരുദ്ധാനം മാത്രമേ ഇന്ന് പഠിക്കുന്നുള്ളൂ. ഈ ഉയിർപ്പ് അല്ലെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശ ബൈബിളിൽ മൊത്തം ഉണ്ട്. പക്ഷേ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സുവിശേഷ സത്യമാണ്, അല്ലേ? ഇപ്പം നമ്മൾ വായിച്ചതുപോലെ, ഒന്ന് പത്രോസി വായിച്ചതുപോലെ, കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിച്ചത് കൊണ്ടാണ് നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ ജീവനുള്ള പ്രത്യാശയുള്ളത്. അപ്പോൾ ഇത് പുതിയ നിയമത്തിലാണ് ഇത് ഏറ്റവും വെളിപ്പെട്ട് വരുന്നത്. എന്നാലും പഴയ നിയമത്തിലും ഉണ്ടിത്. അപ്പോൾ 1-2 വാക്യങ്ങളൊന്ന് നോക്കാം. പഴയ നിയമത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ഉയിർപ്പിൻ്റെ പ്രത്യാശ കിടക്കുന്ന 1-2 വാക്യങ്ങൾ. ഒന്നാമത്തേത് യെശയ്യാവ് 26:14, ഐസയ 26:14. അത് ആദ്യം 14 വായിച്ചിട്ട് 19 വായിക്കണം. 14 അല്ല ആ വാക്യം. ഓക്കെ, 14 വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ പ്രത്യാശയെന്ന്. ആ 14 വായിച്ചിട്ട് വേണം 19 വായിക്കാൻ, എങ്കിലേ ആ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഐസയ 26:14 വായിച്ച് കേട്ടതിന് ശേഷം 19. ഓക്കെ, യെശയ്യാവ് 26:14. മരിച്ചവർ ജീവിക്കുന്നില്ല, വൃതന്മാർ എഴുന്നേൽക്കുന്നില്ല. ഇതാണ് സാധാരണ മാനുഷിക അനുഭവം, അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു 14 വായിച്ച ഒരു പ്രത്യാശയില്ല, മരിച്ചവർ എഴുന്നേൽക്കുന്നില്ല, അല്ലേ? ഇനി 19 വായിച്ചേ. കണ്ടോ, നിന്റെ മൃതന്മാർ. സാധാരണ മൃതന്മാരെന്നും ജീവിക്കാൻ പോകുന്നില്ല, പക്ഷെ നിന്റെ മൃതന്മാർ ജീവിക്കും. എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. എന്റെ ജനത്തിന്റെ ശവങ്ങളൊക്കെ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിക്കുവിൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. പ്രേതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൺമറഞ്ഞു പോയവർ, അല്ലേ? വാങ്ങിപ്പോയവർ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഡിപ്പാർട്ടഡ് സ്പിരിറ്റ്സ്, അല്ലേ? അല്ല, പ്രേതം അല്ല. ഇത് എന്താ പറഞ്ഞ, ഭൂമി അവരെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കുഴിച്ചൊരു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നു. അപ്പൊ ഇതൊരു നിഴല് പോലെ കിടക്കുന്നില്ല, എന്താണെന്നൊന്നും അവിടെ വല്ല വ്യക്തമല്ല, അല്ലേ? പക്ഷെ യെശയ്യാവിൽ അത് കിടപ്പുണ്ട്, അങ്ങനെ ഒരു വാക്യം. സാധാരണഗതിയിൽ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ സംഹാരമാണത്, അല്ലേ? പാപത്തിന്റെ ശമ്പളമായ മരണം സഹിച്ച് അവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിന്റെ മൃതന്മാർ ഉയിർപ്പ് പ്രാപിക്കും. ഇനി ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-3 വായിക്കാം. പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഇവിടെയും പറഞ്ഞിരിക്കുകയാണ് ഒരു മരണാനന്തര, അല്ലെ, ഒരു ഉയർപ്പ് ഉണ്ട്. ചിലർ നീതിമാന്മാരാണ്, ചിലർ നീതി കെട്ടവരാണ്. നീതിമാന്മാർ ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരും, അല്ലെ? അപ്പൊ അവിടെയും ഒരു പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യം. ഇത് രണ്ടുപേ ഉള്ളൂ. വേണമെങ്കിൽ 1-2 വാക്യങ്ങൾ സങ്കീർത്തനങ്ങളിൽ നിന്നൊക്കെ എടുക്കാം. പക്ഷെ ഏറ്റവും സ്പഷ്ടമായിട്ട് പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന 2 വാക്യങ്ങളുള്ളൂ. പക്ഷേ ഇതല്ലാതെയും വാക്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കടക്കാം. യേശു ക്രിസ്തു പഴയ നിയമത്തിൽ നിന്ന് പുനരുത്ഥാനം സൂചിപ്പിച്ചത്, അത് വളരെ വിചിത്രമായ ഒരു വേദഭാഗമാണ്. മത്തായി 22-ലേക്ക് കടക്കാം. 23 മുതൽ 33 വരെ ഒന്ന് വായിക്കാം. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, അവരാണ് സദൂക്യർ. അന്ന് അവന്റെ അടുക്കൽ വന്ന്, ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ചു തന്റെ സഹോദരന്റെ സന്തതി ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതി ഇല്ലായകയാൽ തന്റെ ഭാര്യയെ സഹോദരന് വിട്ടു. 2-ാമത്തവനും 3-ാമത്തവനും 7-ാമത്തവൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കും ആയിരുന്നല്ലോ എന്ന് ചോദിച്ചു.
അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആവുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. നമുക്ക് പരിചിതമായ ഒരു വേദഭാഗമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? സദൂക്യർ വന്നൊരു വല്ലാത്തൊരു കഥയൊക്കെ പറഞ്ഞ് അപ്പോൾ അവസാനം കർത്താവിൻ്റെ മറുപടിയാണ്, നിങ്ങൾക്ക് ദൈവവചനവും അറിഞ്ഞൂടാ, ദൈവത്തിൻ്റെ ശക്തിയും അറിഞ്ഞൂടാ അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളിത് വിശ്വസിക്കാത്തത്. എന്നിട്ട് 31 വാക്യം ഒന്നുള്ളതെന്ന് വായിച്ചേ. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത്, യവന ഭാഷയിൽ ദൈവം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന്. കേട്ടോ, അത് കേട്ടോ. നമ്മളാണ് സാധാരണ മലയാളത്തിൽ അങ്ങനെ പറയൂ. ഭർത്താവ് പറഞ്ഞത് വായിച്ചിട്ടില്ലയോ എന്നാണോ, അതോ ഭർത്താവ് പറഞ്ഞ കേട്ടിട്ടില്ലയോ എന്നാണോ നമ്മൾ ചോദിക്കുന്നത്? കേട്ടിട്ടില്ലയോ എന്ന് ചോദിക്കുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇന്നലെ പറഞ്ഞത് വായിച്ചിട്ടില്ലയോ. അപ്പോൾ കണ്ടോ, അത് തിരുവചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങളോട് അരുളിപ്പാട് ചെയ്തത്, മലയാളത്തിൽ അതില്ല, ആ നിങ്ങൾ അവരങ്ങ് വിട്ടു, ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളോടും പറയുകയാണ്. എന്നിട്ട് ഏതായി വാക്യം? ഏതായി വാക്യം? ഞാൻ അബ്രഹാമിൻ്റെ അതേത് വാക്യം അത്? ആ മോശയോട് ദൈവം അന്ന് മുൾച്ചെടിയിൽ നിന്ന് സംസാരിച്ചത് നിങ്ങളോട് പറഞ്ഞതാണ്. എന്താ ദൈവവചനത്തിൻ്റെ ഒരു ഗുണം അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലേ? ചരിത്രത്തിൽ ദൈവം പറഞ്ഞ വചനമാണേലും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ എന്നോട് ദൈവം സംസാരിക്കുന്നതാണ് അല്ലേ? അല്ല ചരിത്രത്തിൽ ഒരു വ്യക്തിയോട് മാത്രം പറഞ്ഞല്ല, എന്നോടും ദൈവം അരുളപ്പെടുത്തുകയാണ്. ഇനി ആ വാക്യം, ഈ വാക്യം വെച്ചിട്ട് എങ്ങനെ കർത്താവ് ഈ പുനരുത്ഥാനം തെളിയിച്ചേ അല്ലേ? ഞാൻ അബ്രഹാമിന്റെ ഈ വാക്യത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി പുനരുത്ഥാനം ഉണ്ടെന്ന്? നിങ്ങളൊക്കെ പുറപ്പാട് പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കിയോ ഈ വാക്യം കേട്ടപ്പം? അയ്യോ, ദൈവം പുനരുത്ഥാനത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ പിന്നെ യേശു ക്രിസ്തു എന്തോ ആയി കാണിക്കുന്നത്? ബൈബിൾ വെച്ച് വല്ല തോന്നിവാസവും കാണിക്കുകയാണോ? എന്താ അവിടെ കർത്താവ് പറയുന്നത്? ആ വാക്യം വായിച്ചിട്ട് കർത്താവ് അടുത്ത സെന്റൻസാ പറഞ്ഞിങ്ങനെ, അങ്ങനെ ദൈവം ഈ വാക്യം വായിച്ചിട്ട് നമുക്കൊക്കെ അങ്ങനെ ഒരു നിഗമനം കിട്ടിയോ? എന്താ അവിടെ കർത്താവ് ചെയ്യുന്നതെന്ന് അറിയാമോ? വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കേണ്ടതാണ്. എന്താ അറിയാം അവിടെ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു, ആയിരുന്നു എന്നല്ല അല്ലേ? ഇംഗ്ലീഷിൽ പറയും ടെൻസ് അല്ലേ? ഈ മലയാളത്തിൽ ഈ ക്രിയയുടെ കാലഭേദം അല്ലേ? ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്നൊക്കെ നമ്മൾ വ്യാകരണത്തിൽ പഠിക്കുമല്ലോ. അതാണ് ഇവിടെ കർത്താവ് എടുത്തേക്കുന്നത്. അതുപോലും വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രസക്തിയുണ്ട്. എന്തോ ആ വ്യാകരണം പിടിച്ചുകൊണ്ടാണ് കർത്താവ് ഇവിടെ പുനരുത്ഥാനം ഉണ്ടെന്ന് സദൂക്യരോട് വാദിക്കുന്നത് അല്ലേ? അല്ല നമ്മൾ നേരത്തെ വായിച്ച യെശയ്യാ 26 ദാനിയേൽ 12 ഒന്നും കർത്താവ് എടുത്തില്ല. ഈ ഒരൊറ്റ കാര്യം ദൈവം അവനോട് എന്തോ പറഞ്ഞ മോശയോട്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം ആകുന്നു. ഇപ്പോഴും അബ്രഹാം ഉണ്ട്, അവൻ്റെ ദൈവമാണ് ഞാനെന്ന്. അബ്രഹാം മരിച്ചൊന്നും പോയിട്ടില്ല, ശരീരം വിട്ടേച്ച് പോയെങ്കിലും അബ്രഹാം ജീവനോടെ ഇരിപ്പുണ്ട് അല്ലേ? കർത്താവിനെ പിന്നെ മത്തായി 8 പറയുന്നുണ്ട്, പന്തിയിൽ വന്ന അബ്രഹാമിനോടും യാക്കോബിനോടും യിസ്ഹാക്കിനോടും ഒക്കെ അനേകർ കിഴക്കൊന്നും പടിഞ്ഞാറും എന്നൊക്കെ വരും, പക്ഷെ ദൈവരാജ്യത്തിൻ്റെ മക്കളെയൊക്കെ പിടിച്ച് ഇരുട്ടിലിടും എന്നൊക്കെ പറയുന്നുണ്ട് കർത്താവ് അല്ലേ? അപ്പോൾ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലാതെ ആയിരുന്നു എന്നല്ല. ആ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് കർത്താവ് പറയുന്നത്, അപ്പോൾ അവൻ ജീവനുള്ളവരുടെ ദൈവം അത്രേ, മരിച്ചവരുടെ അല്ലെന്ന്. മനസ്സിലായോ? അപ്പോൾ തെളിവായിട്ട് ഇപ്പോൾ പഴയ നിയമത്തിൽ ഇപ്പോൾ ഞാൻ വായിച്ച യെശയ്യാ 26 ദാനിയേൽ 12 പിന്നെ 1-2 വാക്യങ്ങൾ സങ്കീർത്തനത്തിലൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാവും വേറെയും ഒരുപാട് വാക്യങ്ങളുണ്ട് അല്ലേ? പഴയ നിയമത്തിലെ പല വാക്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ശ്രദ്ധയോടൊന്നും വാക്യങ്ങളൊന്നും പഠിക്കാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും ഇതൊരു സുവിശേഷ സത്യമാണ്. പഴയ നിയമത്തിൽ ഇതൊരു നിഴലായിട്ടുണ്ടെന്ന് പറയാം, ഒരു പ്രത്യാശയായിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ വചനത്തിലുണ്ട്. ഈ സദൂക്യര് കർത്താവിനോട് വന്നിട്ട് എവിടെ വചനത്തിൽ എവിടെ ഇതൊന്നും കാണാമൊന്നുമില്ലല്ലോ, വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് വചനവും അറിഞ്ഞൂടാ, ദൈവശക്തി അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? തെറ്റിപ്പോകുന്നത്.
അല്ലേ? ശരി, നമുക്കിനി പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉയിർപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനം പല രീതിയിൽ നമുക്ക് കാണാം. ഒന്നാമതായിട്ട് കർത്താവ് പല വാക്യങ്ങളിൽ അത് ഒരു വാഗ്ദത്തമായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. എല്ലാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വായിച്ച് നമുക്ക് നോക്കാം. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ, പക്ഷേ ഒരു പഠനമാകുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ നോക്കുകയാണ്. യോഹന്നാൻ 5:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ജോൺ 5:25-29. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരും. കണ്ടോ, കല്ലറയിൽ നിന്ന്, അല്ലേ, കല്ലറയിൽ നിന്ന് വ്യക്തികൾ ഉയർത്തെഴുന്നേറ്റ് വരും. നീതിമാന്മാർ നന്മയിലേക്കും തിന്മ ചെയ്തവർ ദോഷത്തിലേക്കും കടന്നു പോകും, ന്യായവിധിയിലേക്കും കടന്നു പോകും. അത് കർത്താവിൻ്റെ അധികാരം വെച്ചിട്ടാണ് വരുന്നതെന്നാണ് അവിടെ പറഞ്ഞത്, അല്ലേ? ജീവൻ അവന് നൽകിയിട്ടുണ്ട്. അവൻ്റെ വചനം കേൾക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. അതുപോലെ തന്നെ യോഹന്നാൻ 6:37 മുതൽ 40, അടുത്ത അധ്യായം, ചാപ്റ്റർ 6, 37-40. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ആത്മാക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ ദൈവഹിതം ചെയ്യുവാനായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അടുത്ത വാക്യത്തിൽ ആ ഹിതം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. കണ്ടോ, അപ്പൊ ഞാൻ ദൈവഹിതം ചെയ്യുവാനാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. എൻ്റെ പിതാവിന്റെ ഹിതം എന്താണ്? എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനത്തെ അന്ത്യനാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കണം, അവർക്ക് പുനരുത്ഥാനം പകർന്നു കൊടുക്കണം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്ന് എൻ്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. പിന്നെയും യോഹന്നാൻ 6 പിന്നെയും പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇപ്പം നമ്മൾ വായിക്കുന്നില്ല. ഇതൊരു സൂചനയായിട്ട് മാത്രം നമ്മൾ വായിച്ചാൽ മതി. അപ്പോൾ ഞാൻ അവനെ ഒടുക്കത്തെ നാൾ. അപ്പോൾ ഈ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ പുനരുത്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം കർത്താവ് യേശു ക്രിസ്തുവിന്. അത് ഞാൻ കല്ലറ കിടന്നുകൊണ്ട് മുക്കുകയും ചീറ്റയും ബഹളം വെക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? ഇത് കർത്താവിൻ്റെ രക്ഷാപ്രവൃത്തിയാണിത്, അല്ലേ? നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാം. യോഹന്നാൻ 11:25 മുതൽ 26, മാർത്തയോട് കർത്താവ് ലാസറസിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വചനം. ജോൺ 11:25-26. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും നാളും മരിക്കുകയില്ല. അപ്പോ കണ്ടോ, ഇതാണ് നമ്മുടെ പ്രത്യാശ, അല്ലേ? നമ്മൾ മരിച്ചാലും ജീവിക്കും, അല്ലേ? അങ്ങനെ ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ലെന്ന്. കണ്ടോ, അപ്പം മരണത്തിൻ്റെ മേലുള്ള നമ്മുടെ ജയം, അല്ലേ, അത് കർത്താവ് നിമിത്തമാണ് നമുക്ക്. ഇവിടെ എല്ലാം കർത്താവ് വാഗ്ദത്തം നൽകുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന് മരണാനന്തര പ്രത്യാശയുണ്ട്, അല്ലേ? കല്ലറയല്ല നമ്മുടെ അന്ത്യം. ചിലപ്പോൾ കല്ലറയിലൊക്കെ പോയി കിടക്കേണ്ടി വരുമായിരിക്കും കർത്താവ് താമസിക്കുകയാണെങ്കിൽ. പക്ഷെ അത് വെറും ഒരു ലോഡ്ജ്, അത്രയേ ഉള്ളൂ, അല്ലേ? ഒരു അല്പകാലത്തേക്ക് ഒരു താൽക്കാലിക സ്ഥലമാണ്, അല്ലാതെ കല്ലറയിലല്ല ഉറുമ്പ് കരിച്ച് കിടക്കാനല്ല നമ്മുടെ യോഗം, അല്ലേ? ദൈവം പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. അപ്പം നമ്മുടെ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ സംഭവിക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ പലരും ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ വേറെ രക്ഷയൊക്കെ ഭൂതകാലമാണെന്നാണ്. അല്ലല്ല, രക്ഷിക്കപ്പെട്ടു സത്യം തന്നെ, പക്ഷേ രക്ഷ ഇനി കിടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ അന്ത്യം ഇനി വരുവാനിരിക്കുന്നതാണ്. അതെന്താണ്? ഈ മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. അതാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം. അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കണം, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ, എൻ്റെ പിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കണം. അപ്പോഴേ നമ്മൾ നഷ്ടപ്പെട്ടു പോയില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതേ പ്രത്യാശ അപ്പോസ്തലന്മാരും ഏറ്റുപറയുന്നുണ്ട്. ഒരു ഉദാഹരണം എന്ന രീതിയിൽ പൗലോസ് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 24:14-15. ആക്ട്സ് ചാപ്റ്റർ 24 വേഴ്സസ് 14 and 15. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു,
മതഭേദം എന്നിവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. ദൈവത്തിൽ ആശ വെച്ചിരിക്കുന്നു. കേട്ടോ, അപ്പോസ്തലന്റെ പ്രത്യാശ എന്താണ്? ഒരു പുനരുത്ഥാനം വരുവാനിരിക്കുന്നു, അല്ലേ? അല്ല ചുമ്മാ അങ്ങ് മരിച്ചങ്ങ് തീരുകയല്ല ജീവിതം. നീതിമാന്മാരും നീതികെട്ടവരും രണ്ടുപേർക്കും മരണാനന്തരമായ ചില സംഗതികൾ വരുവാനുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് എന്താണുള്ളത്? പുനരുത്ഥാനം, നമ്മൾ രക്ഷ പ്രാപിക്കും എന്നിവിടെ അപ്പോസ്തലൻ ഏറ്റുപറഞ്ഞ് അവൻ്റെ ആശ അവിടെ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ പ്രസ്താവിക്കുക മാത്രമല്ല, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? 1 കൊരിന്ത്യർ 15 വരാം, 20 മുതൽ 23. അപ്പോസ്തലന്റെ ഉപദേശവും ഇതാണ്, അല്ലാതെ പ്രത്യാശ മാത്രമല്ല. യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തു, അപ്പോസ്തലന്മാർ ആ പ്രത്യാശ പ്രസ്താവിച്ചു, ഇനി അത് ഉപദേശമായിട്ട് പഠിപ്പിക്കുന്നുമുണ്ട്. 1 കൊരിന്ത്യർ 15 20 മുതൽ 23. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. കർത്താവ് ഉയർത്തിരിക്കുന്നു. അതൊരു വാസ്തവമാണ്, അതൊരു സുവിശേഷ സത്യമാണ്. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകുകയാൽ, അതായത് ആദാം മുതൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. രണ്ടാമത്തെ ആദാം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നത് കേട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും എല്ലാവരും അങ്ങ് ജീവിക്കുമെന്ന്. അങ്ങനെയല്ല ആ വാക്യം വായിക്കേണ്ടത്. ആദാമിലുള്ള എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എല്ലാവരും ജീവിക്കും. ക്രിസ്തുവിലുള്ള എല്ലാവരേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ലോകം മുഴുവൻ. ചിലരൊക്കെ ഈ വാക്യമൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെടുമെന്നൊക്കെ പ്രസംഗിക്കാറുണ്ട്. അതങ്ങനെയല്ല വായിക്കേണ്ടത്. ഇംഗ്ലീഷ് ബൈബിളിൽ പോലും അങ്ങനെയല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത്, അല്ലേ? ഓൾ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് വിൽ റൈസ്, അല്ലേ? അപ്പോൾ ആദാമിലുള്ള എല്ലാവരും മരിച്ചു. ആദാമിലുള്ള എല്ലാവരും ആരാണ്? മനുഷ്യരാശി മൊത്തം. ക്രിസ്തുവിലുള്ള എല്ലാവരും ജീവിക്കും. ക്രിസ്തുവിലുള്ള എല്ലാവരും ആരാണ്? വിശ്വാസികൾ മാത്രം. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഈ എല്ലാവരും എന്നായോണ്ട് ആദാമിലുള്ള എല്ലാവരും ക്രിസ്തുവിലുള്ള എല്ലാവരും അല്ല, അല്ലേ? അവിശ്വാസികളുണ്ട്. അത് ബൈബിളിൻ്റെ അവസാനം നമുക്ക് കാണാം, ചിലർ നിത്യ നരകത്തിൽ പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വായിക്കണം. വായിച്ചാട്ടെ, അതിൻ്റെ 23 വരെ വായിച്ചാട്ടെ. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യം ക്രിസ്തു. അപ്പൊ ഇതിനൊരു ക്രമം വെച്ചിട്ടുണ്ട്, അല്ലേ? ആദ്യം ക്രിസ്തു, ആദ്യ ഫലമായ ക്രിസ്തുവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കുന്ന ഒന്നാമൻ. അവന് പുനരുദ്ധാനം ലഭിച്ചുകൊണ്ടാണ് ഈ പുനരുദ്ധാനം എന്ന് പറഞ്ഞ അവസ്ഥ മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ക്രിസ്തു. പിന്നെ കണ്ടോ, ഇവിടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഈ ആരാണ് ഈ എല്ലാവരും എന്നുള്ളത്, അല്ലേ? എല്ലാവരും ജീവൻ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാണ് ഈ എല്ലാവരും? ക്രിസ്തുവിനുള്ളവർ അവന്റെ പ്രത്യക്ഷതയിൽ പുനരുത്ഥാനം പ്രാപിക്കും. അപ്പോൾ ആരാ പുനരുത്ഥാനം പ്രാപിക്കുന്നത്? വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനി എന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല, അല്ലേ? വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടവർ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനുള്ളവനായിരിക്കണം. അല്ലാതെ ഞാനേതോ തോമാസിനും ചെറിയാനും ഒക്കെ ജനിച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലേ? രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിൻ്റെതായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ വകയാണോ, അല്ലേ? അതാണ് ഇവിടുത്തെ കാതലായ ചോദ്യം. എങ്കിലേ ഈ മരണാനന്തര പ്രത്യാശ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. 1 തെസ്സലോനിയർ 4:17 വായിക്കാം. ഇതെല്ലാം ഓടിച്ച് വായിക്കുന്ന വാക്യങ്ങളാണ്. ഇതുകൂടെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ നീങ്ങാം. 1 തെസ്സലോനിയർ 4:17. അവിടെയും അപ്പോസ്തലൻ ഇത് ഉപദേശമായിട്ട് പഠിപ്പിക്കുകയാണ്. അതാണ് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 1 തെസ്സലോനിയർ 4:17. കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ടോ, അവരും രൂപാന്തരം പ്രാപിച്ച് മരിച്ചവർ പുനരുദ്ധാനം പ്രാപിച്ചവരോടെ എഴുന്നേൽക്കും, അല്ലേ? അത് നമ്മൾ കൂടുതൽ ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. പൗലോസ് ഇത് ചുമ്മാ ആശയാണെന്ന് പറയുക മാത്രമല്ല, സകല വിശ്വാസികൾക്കും തിരുവെഴുത്തുകളിൽ ഉപദേശമായിട്ട് നൽകിയിരിക്കണം. അപ്പം നമ്മൾ നേരത്തെ തിരുവെഴുത്തുകളുടെ ഒരു പ്രത്യേകത കണ്ടു. ചരിത്രത്തിൽ പറഞ്ഞാണേലും എന്നോട് ദൈവം അരുളപ്പെടുകയാണ്, അല്ലേ? അപ്പോൾ ഇത് എന്നോട് ദൈവം പറയുകയാണ്, നീ ഒരു വിശ്വാസിയാണെങ്കിൽ ഇതാണ് നിന്റെ ഭാവി, അല്ലേ? നമ്മൾ ചിലയിടത്തൊക്കെ പോലെ ഭൂതം ഭാവി വർത്തമാനമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഭാവി, അല്ലേ? ഇവിടെ കൈയും നോക്കി ഗണിച്ച് പറയുന്നവരൊക്കെ പല ഭാവിയും പറയും. പക്ഷേ ആത്യന്തികമായിട്ടുള്ള ഭാവി നമുക്ക് ഓൾറെഡി അറിയാം, അല്ലേ? ഇപ്പം എനിക്ക് മറ്റന്നാൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആത്യന്തികമായിട്ട് ഞാൻ എവിടെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കും ഇല്ലേ ഉറപ്പ്, അല്ലേ? ഇങ്ങനെയാണ് വിശ്വാസികൾ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. നാളെ എന്താകുമെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളെക്കുറിച്ചും ദൈവം നമ്മളോട് വെളിപ്പെടുത്തിയിട്ടില്ലായിരിക്കും,
പക്ഷെ ആത്യന്തികമായിട്ട് ഞാൻ എവിടെ ചെന്നെത്തുമെന്ന് എനിക്കൊരു സംശയവും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തോടെ ഇരുന്നൂടെ, അല്ലേ? അതാണ് അപ്പോസ്തലന്മാരൊക്കെ ഉപദേശിക്കുന്നത്. കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമാക്കാം. അപ്പോൾ ഈ പുനരുത്ഥാനം അല്ലെങ്കിൽ മരിച്ചവരുടെ ഉയിർപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അത് പഠിക്കാനായിട്ട് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പ്യ ലേഖനം 3:20 മുതൽ 21. അത് വായിച്ചു കഴിഞ്ഞ് പിന്നെല്ലാം 1 കൊരിന്ത്യർ 15 നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് വായിക്കാം. ഫിലിപ്പ്യ ലേഖനം 3:20 മുതൽ 21. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് രക്ഷിതാവായി മടങ്ങി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. രൂപാന്തരം സംഭവിക്കും. അത് പൗലോസ് പറഞ്ഞിരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരം അങ്ങ് രൂപാന്തരപ്പെടുത്തുമെന്നല്ല അങ്ങ് പറഞ്ഞിരിക്കുന്നത്. ആ ശക്തി ഒന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയാണ്. സകലത്തെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ഡലം മുഴുവൻ തൻ്റെ കർത്തൃത്വത്തിന് കീഴിലാക്കുവാൻ അവനൊരു ശക്തിയും അധികാരവും ലഭിച്ചിട്ടുണ്ട്, അല്ലേ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ അധികാരവും ശക്തിയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി. ആ ശക്തി എടുത്ത് എങ്ങോട്ട് താൻ പുറപ്പെടുവിക്കും? എൻ്റെ ഈ ശരീരത്തിലോട്ട്, അല്ലേ? അതല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ശക്തി കൊണ്ട് വായിച്ചേ ഒന്നുകൂടെ ആ വാക്യം. സകലത്തെയും വ്യാപാര ശക്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് കണ്ടോ? നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുന്നുണ്ടോ? എത്ര വലിയ ശക്തിയായി എടുത്ത് ഈ താഴ്ചയുള്ള ശരീരത്തിലോട്ട് താൻ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് ചിന്തിച്ചാൽ പേടിയാവും. അയ്യോ, അത്രയും വലിയ ശക്തി എടുത്ത് എൻ്റെ ഈ ശരീരത്തിലോട്ട് ഒരു വലിയ പ്രഹരം പോലിരിക്കും, അല്ലേ? പക്ഷെ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഈ താഴ്ചയുള്ള ശരീരം, പാപത്തിൽ വീണുപോയ ശരീരം, പല വിധത്തിലുള്ള പരിമിതികളും, അല്ലേ, പല വിധത്തിലുള്ള വീഴ്ചകളും ഒക്കെ ഉള്ള ഈ ശരീരം എന്തായി മാറും? അവൻ്റെ മഹത്വമുള്ള അതേ തേജസ്സിലേക്ക്, അതേ സ്വരൂപത്തിലേക്ക് എന്ത് സംഭവിക്കും? ആ സാദൃശ്യത്തിലേക്ക് അനുരൂപമായി പോകും. കേട്ടോ, ഇതാണ് എന്ത് പറ്റുന്നത്, എപ്പോഴാണ് സംഭവിക്കുന്നത്? അതാണ് ആദ്യം വായിച്ച വാക്യം. അവൻ സ്വർഗത്തിൽ നിന്ന് രക്ഷിതാവായി മടങ്ങി വരുമ്പോൾ അവൻ്റെ 2ാം വരവിൽ, അവൻ്റെ പ്രത്യക്ഷതയിൽ രൂപാന്തരം സംഭവിക്കും. അപ്പോൾ കർത്താവ് നമ്മൾ ഈ പഠിക്കുന്ന മരിച്ചവരുടെ പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിൽ സംഭവിക്കുന്ന എന്താണ്? അന്ന് ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അവരുടെ ശരീരം തേജസ്കരിക്കപ്പെടും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ നമ്മളിപ്പോൾ എബ്രായർ 6 ആ സ്ഥലത്തെത്തി, രക്ഷയുടെ അവസാനം എത്തി. അവസാനം എന്താണ്? തേജസ്കരണമാണ്. നീതീകരണം കഴിഞ്ഞു, ശുദ്ധീകരണം കഴിഞ്ഞു, ഇനി അടുത്തത് തേജസ്കരണം. നമ്മുടെ രക്ഷയുടെ അവസാനം ഇതാണ്. എന്താണ്? എൻ്റെ ശരീരവും വീണ്ടെടുക്കപ്പെടും. ഇപ്പം എൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ, അല്ലേ? ഇനി എൻ്റെ ശരീരവും പൂർണ്ണമായിട്ട് യേശുക്രിസ്തുവിൻ്റേത് പോലെയായി മാറും, അല്ലേ? എല്ലാ രീതിയിലും ഞാൻ യേശുവിനെ പോലെ ആയി, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഞാൻ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി പറഞ്ഞൊരു കാര്യമാണ്, രക്ഷിക്കപ്പെടുമ്പോൾ പുത്രൻ്റെ നാമത്തിൽ അംഗീകാരം ലഭിക്കും. സ്വഭാവമൊന്നും സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുന്ന സ്വഭാവമൊന്നുമല്ല, അല്ലേ? പക്ഷെ കർത്താവിൻ്റെ അഡ്രസ്സ്, കർത്താവിൻ്റെ കെയർ ഓഫിൽ അംഗീകാരം ലഭിച്ചു. ദൈവത്തിൻ്റെ വീട്ടിൽ വന്നോളാം എന്ന് പറഞ്ഞു. പുത്രൻ എന്നുള്ള പേര് കിട്ടി. പുത്രത്വത്തിൻ്റെ ആത്മാവും ലഭിച്ചു. ഇനി എന്താ സംഭവിക്കുന്നത്? ശുദ്ധീകരണത്തിൽ അവൻ്റെ സ്വരൂപത്തിലേക്ക് ഞാൻ ദൈനംദിന ജീവിതത്തിൽ അനുരൂപം ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വരൂപത്തിൽ. ഇനി അന്ത്യത്തിൽ എന്ത് സംഭവിക്കും? അവൻ്റെ സാദൃശ്യത്തിലേക്കും കൂടെ ഞാനങ്ങ് പൂർണ്ണമായിട്ട് മാറും. അങ്ങനെയല്ലേ ആദ്യം ആദാമിനെ ദൈവം സൃഷ്ടിച്ച അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ഇത് വീണ്ടെടുക്കുന്നതാണ് ഈ വീണ്ടെടുപ്പ്, അല്ലേ? അപ്പോൾ പടിപടിയായി ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ്? സ്വരൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ആ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് പറ്റും? സാദൃശ്യവും അവൻ്റെ മഹത്വവും അവൻ്റെ ആ തേജസ്സും ഒക്കെ എനിക്ക് ലഭിക്കും, അല്ലേ? അങ്ങനെ ഞാൻ അവനെ പോലെ ആയി മാറും. എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വം എനിക്ക് നഷ്ടപ്പെടുമെന്നല്ല കേട്ടോ. ചിലർക്ക് അങ്ങനെ ചിന്തിച്ചേക്കും. നമ്മളെല്ലാം യേശുമാരാകുമെന്ന് പറഞ്ഞാൽ ഞാനല്ലാതാകുമെന്നല്ല. ഞാൻ തന്നെ. എൻ്റെ പൊക്കവും എൻ്റെ എന്താ പറയുക, എൻ്റെ ചില വ്യക്തിത്വങ്ങളുണ്ടല്ലോ, ഞാൻ സംസാരിക്കുന്ന രീതി, അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവം, അതേപോലെ സ്നേഹമുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറും. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലേ? ഇതാണ് തേജസ്കരണം. അപ്പോൾ
മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ഒന്നാമതായിട്ട് സംഭവിക്കുന്നതാണ് ശരീരങ്ങളുടെ രൂപാന്തരം. അപ്പോൾ ഇനി നമുക്ക് 1 കൊരിന്ത്യർ 15 കടന്നു വന്ന് നിരവധി വാക്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട്. ഇത്ര നേരം നമ്മൾ കണ്ടത് മരിച്ചവരുടെ പുനരുത്ഥാനം പഴയ നിയമത്തിൽ എങ്ങനെ കിടക്കുന്നു, പുതിയ നിയമത്തിൽ എങ്ങനെ കിടക്കുന്നു, ഇനി എന്താണ് സംഭവിക്കുന്നത്, അതാണ് കാതലായ വിഷയം. അപ്പോൾ ഒന്നാമത്തേത് ശരീരങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുന്നു. 1 കൊരിന്ത്യർ 15 40 മുതൽ 49. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. ഇതൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം, ഒരു ഇലസ്ട്രേഷൻ ആയിട്ട് പൗലോസ് പറയുകയാണ്. മനുഷ്യർക്കൊരു ശരീരമുണ്ട് അല്ലേ, സ്വർഗത്തിൽ ഇപ്പോൾ ദൂതന്മാർക്ക് ശരീരമുണ്ട് അല്ലേ. എന്നാൽ സ്വർഗീയ ശരീരത്തിനൊരു തേജസ്സുണ്ട്, ഭൗമിക ശരീരത്തിനൊരു തേജസ്സുണ്ട്. സൂര്യന്റെ തേജസ് വേറെ. ഭൂമിയിലും അത് നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ പറ്റും. സൂര്യനൊരു തേജസ്സുണ്ട്, ചന്ദ്രന് വേറൊരു തേജസ്സാണ്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊരെണ്ണമാണ് അല്ലേ. അപ്പോൾ തേജസ്സുകൾ വ്യത്യാസമുണ്ട്. ഇത് ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി പൗലോസ് പറയുന്നതാണ്. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ശരി, അടുത്ത വാക്യം. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. അപ്പൊ എന്തോ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പല രീതിയിലുള്ള മഹത്വങ്ങളുണ്ട് അല്ലെ. ഭൗമിക ശരീരത്തിനൊരു മഹത്വം, സ്വർഗീയ ശരീരത്തിന് വേറൊരു മഹത്വം. അവണ്ണം തന്നെ മരിച്ചവരുടെ പുനരുത്ഥാനവും. ഇനിയാണ് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ പോകുന്നത്. വായിച്ചോ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ദ്രവിക്കാത്തതായിട്ട് ഉയർത്തു വരുന്നു. അപ്പൊ എന്താണ് ഈ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസമാണ് ഈ പറയുന്നത്. ഈ ശരീരം ദ്രവിക്കുന്നതാണ് അല്ലേ. ഈ ശരീരം നമുക്കറിയാമല്ലോ, കുഴിച്ചിട്ട് എന്തോ സംഭവിക്കും. അല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പൂപ്പൻ പഴയ പോലെ കിടപ്പില്ല അല്ലേ. ചില സമയത്തൊക്കെ ചില കോർട്ട് കേസൊക്കെ കാരണം പിന്നെ കല്ലറ കുത്തി തുറക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പം മഹാവൃത്തികെട്ട ഒരു അനുഭവമാണ് അല്ലേ. അല്ലാതെ തൊലിയൊക്കെ അതുപോലെ കിടപ്പില്ല, എല്ലും ഒക്കെ ആയിട്ട് കിടപ്പുള്ളൂ അല്ലേ. അപ്പോൾ അതിനെ ഡീകമ്പോസ് ചെയ്യുമെന്ന് പറയും അല്ലേ. അങ്ങനെ ദ്രവിച്ചു പോകുന്നതാണ് നമ്മുടെ ശരീരം. പക്ഷേ ഉയർത്തെഴുന്നേക്കുന്ന ആ ശരീരം, തേജസ്സിന്റെ ശരീരം, അദ്രവത്വമുള്ള ശരീരമാണ്. കണ്ടോ, ഇതാണ് ഈ തേജസ്സുകൾ തമ്മിലുള്ള ഈ ഒരു താരതമ്യം ഉദാഹരണമായിട്ട് ആദ്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേക്കുമ്പോൾ ഞാൻ ഈ ഒരു ശരീരവും വെച്ചോണ്ടല്ല അങ്ങ് പോകുന്നത്. നമ്മുടെയൊക്കെ ശരീരം വളരെ തേജസ്സുള്ള ശരീരം. ഇപ്പം നമ്മൾ അന്യോന്യം കണ്ട ഒന്ന് ചിരിക്കാൻ പോലും തോന്നാറില്ലല്ലേ. നമ്മളാരും മരിക്കാതെ ഇപ്പോൾ സപ്പോസ് ഈ ഒരു സഹോദരൻ അങ്ങ് ഉയർത്തെഴുന്നേറ്റാൽ എന്ത് പറ്റും? നമ്മൾ അടുത്ത പ്രാവശ്യം ഈ സഹോദരൻ കാണുമ്പോൾ തറ വീണ് കിടക്കും, കുമ്പിട്ട് പോവും. അത്രയ്ക്ക് മഹത്വമായിരിക്കും അല്ലേ. യേശുക്രിസ്തുവിനൊന്നും കാണണ്ട, ഉയർത്തെഴുന്നേറ്റ ഒരു ശുദ്ധനായ ഒരു വിശ്വാസിയെ കണ്ടാൽ നമ്മൾ താഴെ അത്ര മഹത്വമായിരിക്കും അല്ലേ. നമുക്കൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ വയ്യ. കണ്ണാടിയുടെ മുമ്പിലൊന്നും പോയിട്ട് അങ്ങനെ വലിയ മഹത്വമൊന്നും കാണുന്നില്ലല്ലോ അല്ലെ. കാണുന്നുള്ളവരാണേ പോലും ഒന്നുമല്ല, അത്ര വ്യത്യസ്തമായ ഒരു മഹത്വമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അദ്രവത്വം ലഭിച്ചു. അടുത്തത് അപമാനത്തിൽ വിതയ്ക്കുന്നു. തേജസ്സിൽ. അപമാനം എന്നുള്ള വാക്ക് അത്ര ശരിയല്ല. അങ്ങനെ അത്ര അപമാനം എന്താണെന്നുള്ളതാണ് എനിക്ക് മലയാളത്തിൽ മനസ്സിലാകാത്തത് അല്ലേ. ഇംഗ്ലീഷിൽ എന്താണ്? ഇൻ ഷെയിം ആണോ? ഡിസോണർ. അതെ, ഡിസോണറും ഷെയിമും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് മഹത്വം ഇല്ല എന്നേ പറയുന്നുള്ളൂ. അപമാനം എന്നുള്ളത് ശരിയായ ഒരു തർജ്ജിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ. സ്വർഗീയ മഹത്വം വെച്ച് നോക്കുമ്പോൾ മഹത്വം ഇല്ല, അതിൻ്റെ ഒരു അസാന്നിധ്യം എന്നേ സൂചിപ്പിക്കുന്നുള്ളൂ, അല്ലാതെ ലജ്ജിക്കപ്പെടേണ്ടതാണെന്നുള്ള അപമാനം എന്നുള്ള അർത്ഥമല്ല അല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിന് ഇപ്പോൾ ഒരു മഹത്വവും ഇല്ല, ഒരു തേജസ്സും ഇല്ല അല്ലേ. പക്ഷെ ഇനി മഹത്വമുള്ളൊരു ശരീരം നമുക്ക് ലഭിക്കാൻ പോവാണ്. അടുത്ത മൂന്നാമത്തത്, ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും, കൊച്ചു പിള്ളേരും വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും, അതെ, ഒരു ചെറുപ്പക്കാരിപ്പുണ്ട്, ബലഹീനത എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ. ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ ബലഹീനത അല്ലേ. കുറച്ച് കഴിയുമ്പോൾ മുട്ടൊക്കെ തേയുന്നു അല്ലേ. എല്ലാം ബലഹീനതയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ അല്ലേ. ആ ബലഹീനതയിൽ നമ്മൾ വിതയ്ക്കുന്നു, ആ ശക്തിയിൽ. ഏത് ശക്തി? കർത്താവ് ഏത് ശക്തി കൊണ്ടാണോ നമ്മൾ രൂപാന്തരപ്പെടുന്നത്, ആ ശക്തിയിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. നാലാമത്, അടുത്തത് പ്രാകൃത ശരീരം എന്ന് പറഞ്ഞാൽ മാനുഷികമായ ശരീരം, ആത്മീക ശരീരം. ചിലർ വിചാരിക്കും ആത്മീകവും ശരീരവും കൂടെ എങ്ങനെ ചേർന്ന് പോകും അല്ലേ. ആത്മീകം എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂതമാവണം അല്ലേ. നമ്മുടെയൊക്കെ ചിന്ത അതല്ലേ. ആത്മീകം എന്ന് പറഞ്ഞാൽ ആത്മാവായെന്നാണ്. അതാണ് ഈ തേജസ്കരണത്തിൻ്റെ ഒരു പ്രത്യേകത. ആത്മീകവും
ശാരീരികവും കൂടെ ചേർന്ന് വരും അവസാനം. ശരീരങ്ങളുടെ വീണ്ടെടുപ്പ്. നിങ്ങൾക്കറിയാവോ, സുവിശേഷം മാത്രമേ ഉള്ളൂ ലോകത്തിൽ ഇത് പറയുന്നു. വേറെ ഏത് സിദ്ധാന്തം മതമൊക്കെ എടുത്തോ അവസാനം ശരീരത്തെ ഊരി കളയണം. ശരീരമില്ലാത്ത ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നതാണ് എല്ലാ കഥയുടെ അവസാനം. നമ്മുടെ കഥയാണ് വ്യത്യസ്തമായത്. ഏറ്റവും ഭൗതികമായ ഒരു അന്ത്യമാണ് അവസാനം, അല്ലേ? നമ്മുടെയൊക്കെ ചില ചിന്താഗതി തന്നെ തെറ്റാണ്. നമ്മൾ വിചാരം സ്വർഗത്തിൽ പോയിട്ട് നമ്മളിങ്ങനെ ആത്മാക്കളെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ്, അല്ലേ? ചില പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു മേഘമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ തുണിയില്ലാത്ത രണ്ടുപേര് ഗിറ്റാറും വായിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ വിചാരം നമ്മൾ ദൂതന്മാരെ പോലെ ആകുമെന്നാണ്. അതല്ല, നമ്മൾ സ്വർഗത്തിൽ പോകുന്നു പോലും അല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവസാനം പുതിയ വാനവും പുതിയ സ്വർഗവും സൃഷ്ടിച്ച് തിരിച്ച് ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. ഭൂമിയിലേക്ക് ദൈവം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സ്വർഗത്തിൽ പോവുക അത് എല്ലാവരും പറയുന്നത് കേട്ട് നമ്മളും പറയുക. സ്വർഗരാജ്യത്തിൽ പോവുകയും സ്വർഗത്തിൽ പോകാൻ രണ്ടാണ്. പിന്നെ ഇപ്പോൾ മരിച്ചാൽ നമ്മൾ ദൈവസന്നിധിയിൽ പോകും, അത് വേറെ കാര്യം. പക്ഷെ അതല്ല ആത്യന്തികമായ അന്ത്യം. ആത്യന്തികമായ അന്ത്യം എന്താണ്? വെളിപ്പാട് 21 വായിച്ചാൽ അറിയാം, അല്ലേ? എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഇതല്ല, പുതിയ ഭൂമിയിൽ. അപ്പോൾ ഇനി നമ്മൾ എല്ലാം കഴിഞ്ഞ് അവസാനം ഭൗതികമായ ഒരു യാഥാർത്ഥ്യത്തിൽ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. അല്ലാതെ അങ്ങ് ആത്മാവായി അങ്ങ് ഗ്യാസായി പോവല്ല. അല്ല, ചിലരുടെയൊക്കെ ചിന്താഗതി അങ്ങനെ അങ്ങ് ഗ്യാസ് ആകുന്നത്, നമ്മളൊരു കാറ്റ് പോലെ ഭൂതമായി പോകുന്നത് അല്ല. അത് ഇപ്പോൾ മരിച്ചാൽ ശരീരം കല്ലറയിലും കിടക്കും, ആത്മാവ് പൗലോസ് പറയുന്ന പോലെ ഞാൻ കർത്താവിൻ്റെ അടുക്കലിരിക്കും. പക്ഷെ അവർ തിരിച്ചു വന്ന് ശരീരം പ്രാപിച്ച് കർത്താവ് സഹസ്രാബ്ദ വാഴ്ചയും കഴിഞ്ഞ് ഈ ഭൂമിയെ ചുട്ടുകരിച്ച് പുതിയൊരു ഭൂമി കെട്ടും, അല്ലേ? അതാണ് പത്രോസ് പറയുന്നത്, നീതിയുടെ വാസസ്ഥലമായ ഹോം ഓഫ് റൈച്ചസ്നസ്, ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ എർത്ത്. അപ്പോൾ കണ്ടോ, സുവിശേഷത്തിൻ്റെ അന്ത്യം എല്ലാം ഭൗതികമാണ്. ഭൗതികമായൊരു ശരീരം, അതാണ് ആത്മീക ശരീരം. ഭൗതികമായൊരു ഭൂമി, അല്ലേ? കർത്താവ് നമ്മുടെ സന്നിധിയിൽ, അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെ ഇതുപോലൊരു ഭൗതികമായൊരു വിശ്വാസം വേറെയില്ല. നമ്മൾ ഭൗതികതയ്ക്കെതിരേക്ക് ഇപ്പോൾ പ്രസംഗിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥം ഭൗതികമൊന്നും വേണ്ട, നമ്മളങ്ങ് ആത്മീയരാണ്, ഈ ശരീരവും കൂടെ വെടിഞ്ഞങ്ങ് എനിക്കങ്ങ് പോയാൽ മതി എന്ന് പറയുന്നത് സന്യാസികളല്ല നമ്മൾ. ശരീരത്തിനും പ്രസക്തിയുണ്ട്. ശരീരം ഇപ്പോഴല്ല, അതിൻ്റെ വീണ്ടെടുപ്പ് കർത്താവ് മടങ്ങി വരുമ്പോഴാന്നേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ശരീരം കൊണ്ട് നിങ്ങളൊക്കെ തൃപ്തരാണോ? ഇത് നിത്യതയിലും ഈ ശരീരമൊക്കെ കാണും. ശരീരം എന്ന് പറഞ്ഞാൽ ഈ രൂപം, ശരീരം വേറെയാകും, അല്ലേ? എൻ്റെ ഒരു വിശ്വാസം നമ്മുടെയൊക്കെ മുഖമൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും തൃപ്തരാണല്ലോ ഈ മുഖമൊക്കെ വെച്ച് നിത്യതയോളം ജീവിക്കാൻ, അല്ലേ? അല്ലാതെ വേറെ മുഖമൊന്നുമില്ല. പക്ഷെ എന്തായിരിക്കും? നല്ല മഹത്വമായിരിക്കും, അല്ലേ? തേജസ്സുള്ള മുഖമായിരിക്കും, ശരീരമായിരിക്കും, അല്ലേ? അപ്പോൾ കണ്ടോ, ഇത്രയും കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, അല്ലേ? 49 വരെ വായിച്ചോ സഹോദരൻ? അതാണ് അത് പൗലോസ് എടുത്തു പറഞ്ഞ ആത്മീയ ശരീരം ഉണ്ട് കേട്ടോ. അല്ല നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആത്മാവായ ഉടനെ അങ്ങ് ഗ്യാസ് ആവുകയല്ല. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കർത്താവ് മണ്ണിൽ അവനെ രൂപം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം അയച്ചു. അങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ള മനുഷ്യനായത്. ഒടുക്കത്തെ ആദാം അതാര്? ജീവിപ്പിക്കുന്ന ആത്മാവ്, അതാണ് യേശു ക്രിസ്തു. പ്രാകൃത ശരീരവും പ്രാകൃതമായ ആദാമും ഒക്കെയാണ് ആദ്യം. പിന്നെ രണ്ടാമതാണ് കർത്താവും അതിലൂടെ ലഭിക്കുന്ന ആത്മീക രൂപാന്തരം. അത് വ്യക്തമാക്കുന്നുണ്ട് അടുത്ത വാക്യത്തിൽ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ ആദാമിന്റെ സ്വരൂപത്തിലായിരുന്നതുപോലെ കണ്ടോ, we were created in the image of God. One day we will bear the image of the heavenly Adam, heavenly man, Jesus. അപ്പോൾ കണ്ടോ, ആദാമിൻ്റെ സ്വരൂപത്തിൽ നമ്മൾ ആയിരിക്കുന്നത് പോലെ ഇപ്പോൾ ഇനി രണ്ടാം ആദാമിൻ്റെ, അല്ലേ, സ്വർഗീയ മനുഷ്യൻ്റെ പ്രതിമയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ആ സാദൃശ്യത്തിലേക്ക് കടന്നു വരും. അതാണ് എന്ത്? തേജസ്കരണം എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇപ്പം നമ്മൾ മണ്ണിൽ നിന്നുള്ളവൻ്റെ എല്ലാം നമ്മളും കാണിക്കുന്നുണ്ട്. ഇനി സ്വർഗീയമായവൻ, അല്ലേ, രണ്ടാം ആദാം അല്ലെങ്കിൽ അവസാനത്തെ ആദാമിൻ്റെ എന്താണ് പ്രതിമയിലേക്ക്, ആ സ്വരൂപത്തിലേക്ക് നമ്മളും രൂപാന്തരപ്പെടും. അപ്പോൾ ഈ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ഒന്നാമതായിട്ട് സംഭവിക്കുന്നതാണ് ശരീരങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കും. കർത്താവിൻ്റെ തേജസ്സുള്ള ശരീരത്തിൻ്റെ പ്രതിമയിൽ, സാദൃശ്യത്തിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും.
ഇതിനോട് ചേർന്നുള്ള സംഭവമാണ് കർത്താവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, എഴുന്നേറ്റ് വരും അല്ലേ. 1 കൊരിന്ത്യർ 15:50 മുതൽ 53 അടുത്ത 4 വാക്യങ്ങൾ. സഹോദരന്മാരെ, ആ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ പിന്നെ നമുക്കാർക്കും അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല എന്നതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഈ രൂപാന്തരം പ്രാപിക്കാതെ ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഈ ശരീരവും വെച്ചുകൊണ്ട് എനിക്ക് കർത്താവിന്റെ രാജ്യത്തിൽ കടന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ രൂപാന്തരം അതിന് മുമ്പ് സംഭവിക്കേണ്ടത്. കേട്ടോ, മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ പല ഭാഗത്തും ഈ വാക്ക് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നൊരർത്ഥമുണ്ട്. അങ്ങനെയാണ് ഈ വാക്യം തീർന്നു. നമുക്ക് ബൈബിൾ സ്റ്റഡിയൊക്കെ നിർത്തി വീട്ടിൽ പോകാം. മനുഷ്യരാരും രക്ഷിക്കപ്പെടത്തില്ലെന്നാ പിന്നെ അതിൻ്റെ അർത്ഥം. അതല്ല അതിൻ്റെ അർത്ഥം അല്ലേ. മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ മാംസവും ഈ രക്തവും അടങ്ങിയ ഈ ശരീരം, ഈ താഴ്ചയിൽ വീണ ഈ ശരീരവും വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ആദ്യം രൂപാന്തരം സംഭവിക്കണം. കണ്ടോ, അതുകൊണ്ടാണ് ഈ സഹസ്രാബ്ദ വാഴ്ച, കർത്താവിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം വന്നിട്ടില്ല. ചിലരങ്ങനെ അത് വന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ആത്മീയമായ ദൈവരാജ്യമാണ് ഇപ്പോൾ അല്ലേ. അതല്ല അല്ലേ, ഇനി വരുവാനിരിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിലുള്ള സ്വർഗരാജ്യം. അതിൽ കടക്കുന്നതിന് മുമ്പേ വിശ്വാസികൾ എന്ത് ചെയ്യണം? രൂപാന്തരം പ്രാപിച്ചിരിക്കണം. തുടർന്ന് വായിച്ചാട്ടെ. കണ്ടോ, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ഈ എന്താ ഈ അദ്രവത്വം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ വാക്യത്തിൽ പറഞ്ഞു ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. അപ്പൊ എന്താ ഈ അദ്രവത്വം ഇവിടെ പറയുന്നത്? ദൈവരാജ്യം അല്ലേ. അപ്പൊ കർത്താവ് നമുക്കായിട്ട് അവസാനമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അദ്രവത്വമുള്ള അനുഗ്രഹങ്ങളാണ്. അത് ആത്മീയ ശരീരങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പണ്ടാരാണ്ടോ പറഞ്ഞോളൂ, ഇപ്പം നമ്മളെ അങ്ങോട്ടൊക്കെ കയറ്റി വിട്ടാൽ സ്വർഗം നരകമാവും, നമ്മൾ പോയെല്ലാം കുളച്ച് കൈ തരും എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. നമ്മൾ ഈ പാപവും വെച്ചോണ്ടൊന്നും അവിടെ പോകാൻ പാടില്ല. അപ്പം നമുക്ക് എന്ത് വരണം? രൂപാന്തരം ആദ്യം സംഭവിക്കണം. ഈ ദ്രവത്വമുള്ള ശരീരത്തിന് അദ്രവത്വം പ്രാപിക്കുവാൻ കഴിയില്ല, അവകാശമാക്കുവാൻ കഴിയുകയില്ല. വായിച്ചാ. ഞാനൊരു മർമ്മം പറയാം. അപ്പം മർമ്മം അറിയാലോ. മർമ്മം എന്ന് പറഞ്ഞാൽ ഇതുവരെ വെളിപ്പെടുത്താതിരുന്ന ഒരു രഹസ്യം ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അല്ലാതെ മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഭയങ്കര മർമ്മം ആർക്കൊന്നും മനസ്സിലാകത്തില്ല. മർമ്മമല്ല അല്ലേ. പിടികിട്ടാൻ പറ്റാത്ത എന്തോ മർമ്മം എന്ന് നമ്മൾ ചിലപ്പോൾ അതല്ല. മിസ്റ്ററി എന്നുള്ളതാണ് ഇവിടുത്തെ വാക്കെങ്കിലും പുതിയ നിയമത്തിൽ മർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ, ആ സമയത്ത് പൗലോസ് ഇത് പറയുന്നത് വരെ ദൈവം വെളിപ്പെടുത്താത്ത ഒരു തിരുവചന സത്യമായിരുന്നു അല്ലേ. മർമ്മങ്ങൾ ഒരുപാടുണ്ട്. വേറൊരു അവസരത്തിൽ വേണമെങ്കിൽ നമുക്ക് അതൊരു ബൈബിൾ സ്റ്റഡി ആക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് മർമ്മങ്ങളുണ്ട് പുതിയ നിയമത്തിൽ അല്ലേ. സഭ ഒരു മർമ്മമാണ്. സഭ പഴയ നിയമത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നവർ ആ വാക്യം വായിച്ചിട്ടില്ലേ, എഫീസ്യ ലേഖനം 3 അല്ലേ. സഭ ഒരു മർമ്മമാണ് അല്ലേ. അങ്ങനെ പല രീതിയിലുള്ള മർമ്മങ്ങളുണ്ട്. അതിലൊരു മർമ്മമാണ് ഈ പറയാൻ പോകുന്നത്. ഞാനൊരു മർമ്മം പറയാം, ഞാനൊരു രഹസ്യം പറയാം. ഇതുവരെ നിങ്ങൾ തിരുവെഴുത്തുകളിലൊന്നും വായിച്ചിട്ടില്ലാത്ത പുതിയ ഒരു രഹസ്യം. എല്ലാവരും മരിക്കയില്ല. അതാണ് മർമ്മം. ആരായി എല്ലാവരും? എല്ലാവരും മരിക്കയില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും മരിക്കയില്ല. അതൊരു മർമ്മമാണ്, ഇതുവരെ വെളിപ്പെടാത്ത ഒരു രഹസ്യമാണ്. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണുനീക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വായിച്ചാട്ടെ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് എന്ത് സംഭവിക്കും? മരിക്കയില്ല. അങ്ങനൊരു കൂട്ടം വിശ്വാസികൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. കർത്താവ് മടങ്ങി വരും നമ്മൾ ആദ്യം കേട്ടതുപോലെ എന്നാണ് ആർക്കും അറിഞ്ഞൂടാ അല്ലേ. അത് വെളിപ്പെടുത്തി തരത്തില്ല അല്ലേ. നമ്മൾ നനച്ചിരിക്കാത്തൊരു സമയത്തായിരിക്കും കർത്താവ് മടങ്ങി വരുന്നത് അല്ലേ. പക്ഷേ മടങ്ങി വരുന്ന സമയത്ത് മരിക്കാതിരിക്കും ചിലര്. അവരെന്താ? അവർ നേരെ അങ്ങ് രൂപാന്തരം, അല്ലാതെ കല്ലറയെ പോയി മരിച്ച് പൊടിയെ തട്ടി പിന്നെ രൂപാന്തരമല്ല അല്ലേ. ഇന്നിപ്പോൾ കർത്താവ് മടങ്ങി വരുവാണെങ്കിൽ നമ്മളെല്ലാം കല്ലറയിൽ പോണോ? അയ്യോ, കല്ലറയിൽ നിന്ന് വേണം ഉയർത്തെഴുന്നേക്കാൻ. ഇപ്പം നമ്മളെല്ലാം രൂപാന്തരപ്പെടും. അപ്പോൾ എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. നിദ്രയും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നിദ്ര? ചിലരൊക്കെ ഉറങ്ങി ചോദിച്ചപ്പോൾ തന്നെ അല്ലേ. എല്ലാവരും ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ പ്രസംഗ സമയത്തെ കാര്യമല്ല, അത് കൂടുതലും അത് മർമ്മമാണ്. എല്ലാവരും ഉറങ്ങുകയാണ്. എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കയില്ല. അത് കണ്ടോ, ചില വിശ്വാസികൾ മരണം പോലും അനുഭവിക്കുക പോലും ഇല്ലെന്ന്.
ശാരീരിക മരണം പോലും അനുഭവിക്കാത്ത അത്ര ഭാഗ്യവാന്മാരും ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് എന്താണ് കർത്താവ് മടങ്ങി വരുന്ന സമയത്തുള്ളൊരു തലമുറയാകാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു ആദ്യകാല വിശ്വാസികൾ അല്ലേ. ഇവിടെ പൗലോസ് ഇവിടെ അല്ലേ, അതോ 1 തെസ്സലോനിക്കരാണോ നാം അല്ലേ, ഇവിടെയാണോ പറഞ്ഞിരിക്കുന്നത് നാം രൂപാന്തരപ്പെടുമെന്ന്? കണ്ടോ, നാം എന്നാ പറഞ്ഞിരിക്കുന്നത് പൗലോസ്. അതായത് ഞാൻ മരിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ ഞാൻ കല്ലറയിൽ നിന്ന് വന്നോളാം, നിങ്ങൾ രൂപാന്തരപ്പെട്ടോ, നമുക്ക് അവിടെ വെച്ച് കാണാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന ഒരു തലമുറയായിരിക്കും ഞാനെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കത്തില്ലായിരിക്കും, പക്ഷേ ജീവിക്കേണ്ട ആ ഒരു മനോഭാവം അതായിരിക്കണം. ദാറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ് വി ഷുഡ് ബി ഹാവിങ്. കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ കാണും, അല്ല ഞാൻ മരിച്ച് പിന്നെ കുറച്ച് പൊടിയൊക്കെ തട്ടി പിന്നെ വരാമെന്നല്ല അല്ലേ. നാം രൂപാന്തരപ്പെടും, നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടും. ആര്? മരിക്കാത്ത വിശ്വാസികൾ. മരിച്ചവരെന്ത് ചെയ്യും? അവര് അക്ഷയരായി എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്ത, ഇനി ദ്രവത്വമില്ലാത്ത, ഇനി നാശമില്ലാത്ത രീതിയിൽ അവർ. അപ്പോൾ അവര് കല്ലറയുന്നേ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് വരും. നമ്മൾ കണ്ണിമ ചിമ്മുന്നതിനിടെ നമ്മൾ രൂപാന്തരപ്പെടും. ഇതൊന്നും അധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ അല്ലേ. നമ്മളൊക്കെ മേക്കപ്പ് ഇടുന്ന കുറേ സമയം എടുക്കും. ഇത് നിമിഷ നേരത്തിൽ എന്നാ പറഞ്ഞിരുന്നത്, കർത്താവ് വന്നു ദാ പോയി അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടുന്നു. മരിച്ചുപോയ, ഇതിനു മുമ്പ് മരിച്ചുപോയ വിശ്വാസികൾ കല്ലറയുന്നേ അക്ഷയരായി ഉയർത്തു വരുന്നു. 2 കൂട്ടരും കൂടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ 1 തെസ്സലോനിക്കർ 4:17 പറഞ്ഞത്. നമ്മളെല്ലാവരും മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ഇത് നമ്മൾ പിന്നീട് ഒന്നുകൂടെ ഒന്ന് വായിക്കാം, അപ്പം മനസ്സിലാവും. ഇനി ഇത് രണ്ടും കഴിഞ്ഞ് 54 മുതൽ 57 വരെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. 2 കാര്യങ്ങൾ സംഭവിക്കും. ശരീരം രൂപാന്തരപ്പെടും, മരിച്ചവർ എഴുന്നേക്കും അല്ലെ. ഇത് സംഭവിക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ്? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന അപ്പോഴാണ് ആ വചനം നിവൃത്തിയാകുന്നത്. മരണം നീങ്ങി ജയം വന്നു എന്നുള്ളത് പരിപൂർണമായ രക്ഷയുടെ അവസ്ഥ കടന്നു വന്നിരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നു. ഇപ്പം നമ്മളെങ്ങനെ പറയുന്നത്? മരണാനന്തര പ്രത്യാശയുണ്ടെന്ന് പറയും. അന്ന് പ്രത്യാശയല്ല, അന്ന് അവസ്ഥയായി, അനുഭവമായി അല്ലേ. പ്രത്യാശ മാറി, ഇനി പ്രത്യാശിക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രത്യാശ യാഥാർത്ഥ്യമായി അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ രൂപാന്തരം സംഭവിച്ച് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മരണം പൂർണ്ണമായിട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? മരണത്തിൻ്റെ മേലുള്ള കർത്താവിൻ്റെ ജയം പരിപൂർണമായിട്ടും വാസ്തവമായി, രക്ഷ പൂർത്തീകരിക്കപ്പെട്ടു. ഉണ്ടോ? വായിച്ചാട്ടെ. ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? അതിന് മുമ്പ് ഒരു വാക്യം കൂടെ വിട്ടുപോയി. ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? അതിന് മുമ്പുള്ള എന്തായിരുന്നു? 2 ഹേ മരണമേ ഉണ്ട്. നിന്റെ ജയം എവിടെ? അപ്പൊ ഇത് ഹോശേയയിലെ ഒരു വാക്യമാണ്. ഹോശേയ 13 ഒരു വാക്യമാണ്. 13:14 എടുക്കണമെന്നില്ല, പക്ഷെ അവിടെ പോയി നിങ്ങൾ വായിച്ചാൽ ഹേ മരണമേ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹേ മരണമേ എന്നും പറഞ്ഞിട്ടുണ്ട്, ഹേ പാതാളമേ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? വിഷമുള്ളും പാതാളവും അതും വ്യത്യാസമുണ്ട്, എങ്കിലും ഞാൻ പറയാൻ വേണ്ടി പറയാം. ഇത് യവന ഭാഷയെന്ന് പൗലോസ് എടുത്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഹോശേയ 13 അതിൻ്റെ എബ്രായ ഭാഷയിൽ മരണവും പറഞ്ഞിട്ടുണ്ട്, പാതാളവും പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം? ഇപ്പോൾ നമ്മൾ കണ്ട കാര്യം തന്നെ അല്ലേ. കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ മരിക്കത്തേയില്ല. അപ്പോൾ അവരെന്തോ പറഞ്ഞുകൊണ്ടാവും മേളിലോട്ട് പോകുന്നറിയോ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഞങ്ങൾ മരിച്ചു പോലുമില്ല. ഒരു വെല്ലും വിളിച്ചോണ്ടാണ് പോകുന്നത് അല്ലേ. ഇനി മരിച്ചു പോയ വിശുദ്ധന്മാര് ഉയർത്തെഴുന്നേറ്റ് മേളിലോട്ട് പോകുമ്പോൾ എന്താ പറയുന്നത്? ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? നിന്റെ വിഷമുള്ള എവിടെ? ഉണ്ടോ? മരണമായാലും പാതാളമായാലും രണ്ടിൻ്റെയും മേൽ ജയം കടന്നു വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ മരിക്കത്തുപോലും ഇല്ല. മരിച്ച വിശ്വാസികൾ പാതാളത്തിൽ നിന്ന്, പാതാളം എന്ന് പറഞ്ഞാൽ അറിയാലോ, കല്ലറയിൽ നിന്ന് ജയിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ പ്രത്യാശയോടെ നമ്മൾ നേരത്തെ പാടിയതുപോലെ മരണത്തെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് രക്ഷയുടെ പരിപൂർണ സന്തോഷത്തിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ സംഭവിക്കുകയാണ് അല്ലേ. ശരീരങ്ങൾ രൂപാന്തരപ്പെടുന്നു. അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ ശരീരം രൂപാന്തരപ്പെടുന്നു. മരിച്ചവരാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഇപ്പം ശരീരങ്ങളുടെ രൂപാന്തരം സംഭവിക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. മൂന്നാമത് ജയം, പരിപൂർണ ജയം, കർത്താവിൻ്റെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കും.
ഇതാണ് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപദേശമൊക്കെ തീർന്നു എന്ന് നമുക്ക് പറഞ്ഞങ്ങ് പോവാം. പക്ഷേ അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇനി ഒരു അല്പസമയം നമ്മളിതിൻ്റെ കാതലായ വിഷയങ്ങൾ ചിന്തിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അത് ചിന്തിക്കാം. 1 കൊരിന്ത്യർ 15:19 വായിക്കണമെന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മരണാനന്തര ഈ പുനരുത്ഥാനം ഉയർപ്പൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ആയുസ്സിനു വേണ്ടി മാത്രം കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്ന്. അയ്യേ, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലെന്നായി ചോദിക്കുന്നു. അതായത് ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുകയാണെങ്കിൽ ഏറ്റവും കാതലായ വിഷയം ഇതായിരിക്കണമെന്ന്. ഇന്ന് നമ്മൾ അങ്ങനെ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ? ഇന്ന് എന്തിനാ കർത്താവിലേക്ക് കടന്നു വരണം എന്ന് പറയുന്നത്? കടഭാരം വാ, മാറാൻ വാ, രോഗം മാറാൻ വാ, അല്ലേ, ഭൂമിയിൽ ഒരു നല്ല ജീവിതം ജീവിക്കാൻ കടന്നു വാ. ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും കാതലായ കാരണം. ഈ പ്രത്യാശ ഇല്ലെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ. അപ്പോസ്തലൻ തന്നെ പറയുകയാണ്. അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത് എന്താണെന്ന് പറയണം? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം ഞാൻ പ്രാപിക്കും. അതാണ് എൻ്റെ പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദു. അതൊന്നുമില്ല എനിക്ക് നാളെ എന്നെ അമേരിക്കയിൽ കൊണ്ടുപോകും, എൻ്റെ മക്കളെയൊക്കെ ദൈവം നോക്കിക്കോളൂ, അതാണ് പ്രത്യാശയെങ്കിൽ സാധാരണ മതപരമായ ഒരു പ്രത്യാശ, അതൊന്നും ഒരു പ്രത്യാശയല്ല, ചപ്പു ചവറാണ്. നിങ്ങൾ അരിഷ്ടന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അരിഷ്ടന്മാരുടെ അർത്ഥം അറിയാവോ? അരിഷ്ടം കുടിക്കുന്നവർ എന്നല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന റെച്ചഡ്, അല്ലേ? ഫിയർ ഓഫ് ഓൾ മെൻ പിറ്റിയബിൾ. അത് കഷ്ടം തോന്നാ, അല്ലേ? അങ്ങനെ വേറെ പാപികളെ കുറിച്ചൊന്നും പൗലോസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. വ്യഭിചാരം ചെയ്യുന്നവരോ അരിഷ്ടന്മാർ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? ക്രിസ്തുവിൽ വന്നു എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട, പ്രത്യാശ വെക്കേണ്ട കാര്യം വിശ്വസിക്കാത്തവന്മാരെയാണ് അരിഷ്ടന്മാരെന്ന് വിളിച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു അങ്കിളിനോട് ചോദിക്കുക, അങ്കിളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സാധനം കുടിക്കുന്നുണ്ടല്ലോ, എന്തോ ഈ കുടിക്കുന്നത്? അത് മക്കളെ നല്ല ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ നമ്മൾ മോനോട് ചോദിച്ചു, എന്തോ ഈ കുടിക്കുന്നത്? അത് മരുന്നാ, ക്യാൻസറിനുള്ള മരുന്നാണ് അത്. ഓ, ക്യാൻസറൊന്നും എനിക്ക് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. നമ്മളെന്തോ പറയും അങ്കിളിനോട്? അങ്കിൾ തോന്നുമ്പോഴൊക്കെ എടുത്ത് കുടിക്കുക, അല്ലാതെ പറയുന്ന ഡോസേജിലൊന്നും അല്ല. കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, അല്ലേ? ചില പിള്ളേരുണ്ടല്ലോ മരുന്ന് കഴിക്കുമ്പം ടേസ്റ്റ് കൊണ്ട് കഴിക്കുക, അല്ലാതെ എൻ്റെ ഗുണമെന്ന് പറഞ്ഞൂടെ. എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ അടുത്ത് വന്ന് പാട്ടൊക്കെ പാടാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പ്രാർത്ഥനയൊക്കെ ഇഷ്ടമാണ്, പിന്നെ എല്ലാ കാര്യവും നോക്കിക്കോളും. മരണാനന്തര പ്രത്യാശയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പറയും? ഇത് തന്നതിൻ്റെ ഉദ്ദേശം അതായിരുന്നു. ഈ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾ മറന്നുപോയി. ഇത് ഇവിടെ കിടന്ന് ജീവിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും വയറ്റിപ്പിഴപ്പിനും പിള്ളേരെ പഠിപ്പിക്കാനും നാളെ അമേരിക്കയിൽ പോകാനും ഇവിടുത്തെ സുഖലോലിപത പ്രാപിക്കാനും ഒന്നും അല്ല സുവിശേഷം ദൈവം തന്നിരിക്കുന്നത്. സുവിശേഷം ദൈവം തന്നിരിക്കുന്നത് എന്തിനാണ്? രക്ഷ പ്രാപിക്കുവാൻ. ഇന്ന് രക്ഷ വേണ്ട, ക്രിസ്തു മതി. എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു ജാലവിദ്യക്കാരനെ പോലെ ക്രിസ്തു നല്ലതല്ലേ? കുപ്പിയിൽ നിന്ന് ഭൂതം പോലെ എല്ലാം ചെയ്തു തരും. അതല്ല, രക്ഷയാണ് കാതലായ വിഷയം. രക്ഷയുടെ പ്രത്യാശയില്ലാതെ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നെങ്കിൽ, ഈ ലോകത്തിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യാശ വെക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അപ്പം നമ്മുടെ പ്രത്യാശ എന്ന് ചോദിച്ചാൽ എന്തുവാ? നിങ്ങളെന്തിനാ ക്രിസ്തുവിലൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ അപ്പം പറയണം, മരണത്തിൻ്റെ മേൽ വെല്ലുവിളിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് പ്രത്യാശ തന്നിട്ടുണ്ട്. കല്ലറയും മരണമൊന്നുമല്ല നമ്മുടെ അന്ത്യം. മരണത്തിൻ്റെ മേൽ ജയം കൊയ്യുന്ന ഒരു സുവിശേഷമാണ് ഈ സുവിശേഷം. അല്ലാതെ അല്പകാലത്തേക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ ഇന്ന് രാത്രി ആശ്വാസം തരുന്നതല്ല സുവിശേഷം, അല്ലേ? ഭൗമിക കാര്യങ്ങൾ മാത്രം ഒതുക്കിക്കൂട്ടുന്നതല്ല സുവിശേഷം. നമ്മൾ ആദ്യം വായിച്ചതുപോലെ, പത്രോസിന്ന് വായിച്ചതുപോലെ ജീവനുള്ള പ്രത്യാശയാണ്, അല്ലേ? മരണത്തെ അതിജീവിക്കുന്ന ജീവനുള്ള നിത്യപ്രത്യാശയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:26 പറഞ്ഞിരിക്കുന്നത്, ഒടുക്കത്തെ ശത്രുവായ മരണം, ആ മരണത്തിൻ്റെ മേൽ ജയം നൽകുന്ന സുവിശേഷമാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ശരിയായ പ്രത്യാശ ഇതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഏറ്റെടുക്കണം. ഇതായിരിക്കണം നമ്മുടെ പ്രത്യാശ. കർത്താവിൽ കടന്നു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വേറെ ഒരു കാരണവും പറയണ്ട, ഇതാണ് കാരണം. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഇങ്ങനെ രണ്ടാം വരവിൽ രൂപാന്തരം പ്രാപിച്ച് മരണത്തെ ജയിക്കും, പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പ്രത്യാശ ഉള്ള വ്യക്തികളാണ് ശരിയായ വിശ്വാസികൾ. അതാണ് അടിസ്ഥാന ഉപദേശമാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനൊരു അടിസ്ഥാനം ഇട്ടാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരും? 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് 1 തെസ്സലോനിയർ 4:16, 17, 18 ഒന്ന് വായിച്ചേ. അല്ല, 18 കാതലായ വിഷയം. പക്ഷേ നമുക്ക് പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി 1 തെസ്സലോനിയർ 4:16 മുതൽ 18.
കർത്താവ് ഗംഭീരനാഥത്തോടും ആ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ആ ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആ അവൻ രണ്ടാമത് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ നമ്മൾ നേരത്തെ കണ്ടതുപോലെ മരിച്ചുപോയ ക്രിസ്ത്യാനികൾ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം നിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, കണ്ടോ പൗലോസ് നാം എന്നാ പറയുന്നത്. ആ അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മധ്യാകാശത്തിലേക്ക് നമ്മൾ കടന്നു പോകും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇങ്ങനെ നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. 18-ാം വാക്യം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. കണ്ടോ, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. പ്രായോഗിക തലത്തിലെ ഒന്നാമത്തെ പ്രയോജനം അതാണ്. ഇത് ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ, അന്യോന്യം എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. അതിന് 13-ഉം 14 ഒന്ന് വായിച്ചേ. അതേ അധ്യായം 13-ഉം 14. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളെ പോലെ ദുഃഖിക്കാതെ ഇരിക്കണം. മരിച്ചുപോയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നല്ല ബോധ്യം വേണം. അവർ വിശ്വാസികളാണെങ്കിൽ. വിശ്വസിക്കാത്തവരെ കുറിച്ചല്ല ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളായിട്ട് വിശ്വാസികളായിട്ട് മരിച്ചുപോയ ഭക്തന്മാരെ കുറിച്ച് വചനത്തിൽ നിന്ന് നല്ല ജ്ഞാനമുണ്ടായിരിക്കണം. അത് നിമിത്തം എന്ത് ചെയ്യണം? ആ വിശ്വാസികൾ ദുഃഖിക്കുന്ന പോലെ പ്രത്യാശയില്ലാതെ ദുഃഖിക്കരുത്. ദുഃഖിക്കേണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദുഃഖമൊക്കെ മരണസമയത്ത് എല്ലാവർക്കും വരും. പക്ഷേ പ്രത്യാശയില്ലാത്ത ദുഃഖം പാടില്ല. അത് പറഞ്ഞിട്ടാണ് ഈ ബാക്കി പറഞ്ഞ വാക്യങ്ങളെല്ലാം പറഞ്ഞ് 18-ാം വാക്യത്തിൽ പറഞ്ഞ് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അന്യോന്യം പങ്കുവെച്ച് ആശ്വസിക്കണം. അപ്പോൾ ഒരു ഭക്തൻ മരിച്ചുപോയി, ഒരു വിശ്വാസി മരിച്ചുപോയാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ പോയി അവിടെ പറഞ്ഞ് ആ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യാശയോടെ ദുഃഖിക്കാൻ ആശ്വസിപ്പിക്കണം. എന്തോ നമ്മൾ അന്യോന്യം നമ്മുടെ പ്രത്യാശയൊക്കെ പങ്കുവെക്കണം. ഇപ്പോൾ ഒരു സഹോദരന് വലിയ ദീനം പിടിച്ചു, മരണം സംഭവിക്കാൻ പറ്റുന്ന ദീനം, നമ്മൾ പോയി ഇത് പറയണം അങ്ങോട്ട്. എന്തോ പേടിക്കാതിരിക്കുന്ന സഹോദര, ഒന്നെങ്കിൽ കർത്താവ് സൗഖ്യം ചെയ്യില്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും, ഒന്നും ഭയപ്പെടാനൊന്നും ഇല്ല എന്നും പറഞ്ഞ് പ്രത്യാശ പകർന്ന് നമ്മൾ ആശ്വസിപ്പിക്കണം. അല്ലാതെ ഇത് ചില ഈ 2-ാം വരവിനെ കുറിച്ചൊക്കെ ചിലർ കാണിക്കുന്ന കുറേ ചാർട്ടും വരച്ച് മാപ്പും വരച്ച് റഷ്യ അത് ചെയ്യും, ഇസ്രായേൽ ഇത് ചെയ്യും, ഇങ്ങനെ ഈ രാഷ്ട്രീയം പറയാനല്ല 2-ാം വരവ് കർത്താവ് പുതിയ നിയമത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ്? മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളെല്ലാവരും, നമ്മൾ മരിക്കുന്ന കാര്യമല്ല, നമ്മൾ ആരെങ്കിലുമൊക്കെ മരിക്കും. വീട്ടിൽ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കും. അച്ഛനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലുമൊക്കെ മരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യണം? ഇന്ന് പഠിച്ച് ഇതൊക്കെ എഴുതി വെക്കണമെന്ന്. എന്നിട്ട് അത് ഏറ്റു പറഞ്ഞ് നേരത്തെ നമ്മൾ പാടിയല്ലോ കുറേ പാട്ടൊക്കെ, അന്ന് അത് പാടണം. അതുകൊണ്ടല്ലേ നമ്മൾ മരണാനന്തര ശുശ്രൂഷകൾക്ക് മരിച്ച് കഴിയുമ്പോഴേ ചിലർ രാത്രി കാപ്പിയൊക്കെ ആയിട്ട് പോയി പാട്ടോടെ പാട്ട് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു, ഇവിടാന്ന് തോന്നുന്നു പറഞ്ഞത്. നമ്മുടെ ഈ യോഗത്തിലാണോ അതോ നമ്മുടെ ബുധനാഴ്ച യോഗത്തിലാണോ എന്ന് ഓർക്കുന്നില്ല. മരിക്കുമ്പോൾ പാട്ട് പാടുന്ന ഏക കൂട്ടര് നമ്മൾ മാത്രമേ ഉള്ളൂ. പാട്ട് പാടി സന്തോഷിക്കുന്നവർ. വേറെ ചിലർ പാട്ടൊക്കെ പാടും, ഇങ്ങനെ ദുഃഖത്തിൻ്റെ പാട്ടും പ്രാർത്ഥനാ പാട്ടും ഒക്കെ. നമ്മൾ മാത്രമേ ഉള്ളൂ പാടി സന്തോഷിക്കുന്നത്. കേൾക്കുന്നവർക്ക് തോന്നും ഇയാൾ മരിച്ചു പോയതിൽ സന്തോഷമുള്ള കൂട്ടരാണെന്ന്, അല്ലേ? ഒരു കണക്കിന് അതെ, മരിച്ച് ഭർത്താവിൻ്റെ അടുക്കലാണല്ലോ പോയത്. സന്തോഷം തന്നെ നമുക്ക്. ഈ നമ്മൾ നേരത്തെ പാടിയല്ലോ, തിരികെ വരാതെ അങ്ങ് പോയി, അല്ലേ? ഈ ലോകത്തിൽ നിന്ന് അങ്ങ് എടുക്കപ്പെട്ടു, തീർന്നു പ്രശ്നമൊക്കെ, അല്ലേ? മരണം അത്രയ്ക്ക് പ്രത്യാശ ഉള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. എന്താണ്? മരണാനന്തര പ്രത്യാശ ഉള്ളവരാണ് നമ്മൾ. അല്ല, മരണം അന്ത്യമല്ല. അപ്പോൾ കണ്ടോ, മറ്റുള്ളവർ പ്രത്യാശയില്ലാതെ ദുഃഖിക്കും. നമ്മളെങ്ങനെ പ്രത്യാശയോടെ ദുഃഖിക്കണം? അതിനെന്ത് ചെയ്യണം? ഞാൻ സ്വമേധ വിചാരിച്ച പറ്റത്തില്ല, കാരണം മരണമൊക്കെ സംഭവിക്കുമ്പോൾ അറിയാലോ, വല്ലാത്ത ദുഃഖമായിരിക്കും. ഇതൊന്നും ഈ ബൈബിൾ സ്റ്റഡി നോട്ടൊന്നും എടുത്ത് വായിക്കാനൊന്നും പറ്റത്തില്ല. അതിന് വേറൊരു സഹോദരൻ വന്നിട്ട് ഇങ്ങോട്ട് പ്രസംഗിക്കണം, ആശ്വസിപ്പിക്കണം. എന്തോ അന്യോന്യം നിങ്ങൾ ആശ്വസിപ്പിക്കണം. അങ്ങനെ ആശ്വസിപ്പിക്കണം. ഒന്നാമത് എന്തോ വേണം? എനിക്ക് ഈ ഉറപ്പൊക്കെ വേണം, എനിക്ക് ഈ പ്രത്യാശ വേണം. അല്ലെങ്കിൽ എനിക്കില്ലാത്ത പ്രത്യാശ വേറൊരാളടുത്ത് പോയി എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ഇപ്പോൾ റിസൾട്ട് വന്നു, ഒരു കുട്ടി 10-ാം ക്ലാസ് തോറ്റു. അപ്പോൾ വേറൊരാൾ ആശ്വസിപ്പിക്കാൻ പോവുകയാണ്. ആ പുള്ളി 9-ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല. ഒന്നും പേടിക്കാനില്ല, എല്ലാം പാസ്സാവുമെന്ന് പറഞ്ഞാൽ കൊള്ളാം, നീ ഭാവിയിൽ ഒരു പാസ്റ്ററാവും, ഇങ്ങനത്തെ കപട പ്രസംഗമൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം. അല്ലാതെ ഒരാശ്വാസവും കിട്ടത്തില്ല. കാരണം നോക്കുമ്പോൾ ഇപ്പോൾ 9 പോലും പാസ്സായിട്ടില്ല, അല്ലേ? അതല്ല, എൻ്റെ ഉള്ളത്തിൽ ഇത് പ്രകടമായിരിക്കണം. മരണമെന്നൊരു ഒരു ഭയമില്ല. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ കൊണ്ട് നമ്മൾ നിറഞ്ഞിട്ട് അന്യോന്യം നമ്മൾ ആശ്വസിപ്പിക്കണം. ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രായം. ഇനി പറയുന്ന ഒന്നും ഞാൻ പൊതുവെ ഒരിടത്തും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ. വളരെ വേഗത്തിൽ നമുക്ക് യോഗം അവസാനിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കാം.
അപ്പോസ്തല പ്രവൃത്തികൾ 24:15-16 നമ്മൾ 14-15 വായിച്ചു, 15-16 കൂടി ഇനി വായിക്കാൻ പോവാണ്. ഒരിക്കൽ പോലും ഞാനിത് പ്രസംഗിച്ച് കേട്ടിട്ടില്ല. രണ്ടാം വരവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ എന്തു ചെയ്യും? അപ്പോസ്തല പ്രവൃത്തികൾ 24:15-16, ആക്ട്സ് 24:15-16. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ്വസിച്ചിരിക്കുന്നു. പൗലോസ് പറയാണ്, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും മരണാനന്തര ഒരു പുനരുത്ഥാനം ഒക്കെ ഉണ്ട്, അതിൽ ഞാനും ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താ അടുത്ത വാക്യം? അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു കേൾക്കണം. അതുകൊണ്ട് ഈ പ്രത്യാശ ഞാൻ വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ടോ? അപ്പോ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആശ വച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെളിവായി വരേണ്ട രണ്ടാമത്തെ കാര്യം, നല്ല മനസാക്ഷിക്കായിട്ട് എപ്പോഴും നമ്മൾ കരുതലുള്ളവരായിരിക്കും. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രണ്ടാം വരവും മനസാക്ഷിയും തമ്മിലുള്ള ബന്ധം? അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നല്ല മനസാക്ഷി, കുറ്റമില്ലാത്ത മനസാക്ഷി, ദൈവത്തോട് മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനയെ മാത്രമല്ല, മനുഷ്യരുടെ മുൻപേയും നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. കാരണം എന്താ? പുനരുത്ഥാനമുണ്ട്. തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നുണ്ടോ? നീതിമാനായിട്ട് എനിക്ക് പുനരുത്ഥാനത്തിൽ അവിടെ കാണണം. അതുകൊണ്ട് എന്താ? ഇന്ന് ഞാൻ മനസാക്ഷി കാത്തു സൂക്ഷിക്കും. എന്താ ഈ മനസാക്ഷിയെക്കുറിച്ച് നിങ്ങളൊരു ബൈബിൾ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാം. പുതിയ നിയമത്തിൽ എത്ര വാക്യങ്ങളാണെന്നറിയാം. പഴയ നിയമത്തിൽ അത്ര വാക്യങ്ങളൊന്നുമില്ല. പുതിയ നിയമത്തിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ മനസാക്ഷിയെക്കുറിച്ച് എള്ളോളം വചനങ്ങൾ. ഇന്ന് വരെ ഒരു പ്രസംഗവും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? മനസാക്ഷിയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. പക്ഷെ മനസാക്ഷി വളരെ കാതലായ ഒരു വിഷയമാണ്. നമുക്ക് മനസാക്ഷി ഇല്ല അല്ലേ? നമുക്ക് മനസാക്ഷി എന്നൊരു പ്രശ്നമല്ല അല്ലേ? അതാണ് ഈ പ്രശ്നം. നമുക്കെന്ന് പറയുമ്പോൾ നിങ്ങളെ അല്ല കേട്ടോ, പൊതുവേ ഞാൻ പറയുക അല്ലേ? മനസാക്ഷി എന്താ? ഈ മനസാക്ഷി, നല്ല മനസാക്ഷി, കുറ്റമില്ലാത്ത മനസാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നത് സാധാരണ? Yeah, but what good conscience or blameless conscience. If you were talking to an unbeliever, what will you use? That's not the word we use. നമ്മളൊക്കെ അന്യോന്യം പറയുന്ന ഒരു സാധാരണ ഒരു വാക്കുണ്ട്. എന്താ അറിയാമോ? ഇംഗ്ലീഷിൽ സിൻസിയറിറ്റി എന്ന് പറയും അല്ലേ? ആത്മാർത്ഥത. രണ്ടോ പറഞ്ഞ പോലെ ഇന്ന് വിശ്വാസികൾക്ക് ആത്മീയതയുണ്ട്, ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥത ഇല്ലാത്ത ആത്മീയത എന്ന് പറഞ്ഞാൽ കപട ആത്മീയത. ആത്മാർത്ഥത, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. കളങ്കമില്ലാത്തൊരു ഉള്ളം അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 23:1 കുറച്ച് വാക്യങ്ങൾ, എല്ലാം മറ്റേ മനസാക്ഷിയുടെ എല്ലാ വാക്യങ്ങളും എടുത്ത് അത് തന്നെ ഒരു നീണ്ട മണിക്കൂറായിരിക്കും. അത് പിന്നെ എനിക്ക് മനസാക്ഷി കുത്തുകൊള്ളും. കേവലം നല്ല മനസാക്ഷിയോടുകൂടെ പല ഭാഗത്ത് പൗലോസ്, ഞാനിപ്പോൾ എല്ലാ വാക്യങ്ങളും എടുക്കുന്നത്, പലയിടത്തും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നല്ല മനസാക്ഷിയോടുകൂടാണ് ഞാൻ ദൈവത്തെ സേവിച്ചത്, ആത്മാർത്ഥതയോടെയാണ് ഞാൻ ദൈവത്തെ സേവിച്ചത് അല്ലേ? കളങ്കമൊന്നുമില്ല, കപടമൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തികഞ്ഞവനും നല്ല അർത്ഥം. പാപമൊന്നും ചെയ്യുന്നില്ലെന്നല്ല, പാപം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഏറ്റുപറയും അല്ലേ? ഈ അധ്യായങ്ങളിൽ തന്നെ എന്താണ് പൗലോസ് മഹാപുരോഹിതനോട് ചൂടാവുന്നത്? നിന്നെ ദൈവം അടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരുത്തം പറയണം, ഇങ്ങനെയാണോ മഹാപുരോഹിതനെ സംസാരിക്കുന്ന പറയുമ്പോൾ അയ്യോ അറിഞ്ഞില്ല, സോറി അല്ലേ? അത്രേ ഉള്ളൂ. സോറി പറയാന്നേ എൻ്റെ അർത്ഥമുള്ളൂ, അല്ലാതെ തികഞ്ഞവനാകണമെന്നല്ല. പാപബോധം വന്നാൽ ഏറ്റുപറയണം, ദൈവത്തോടായാലും മനുഷ്യരോടായാലും. നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കണം. കളങ്കമില്ല, കാപട്യമില്ല, മറച്ചു വെക്കുന്നില്ല അല്ലേ? 1-2 വാക്യങ്ങളോട് വായിക്കാം. 1 തിമോത്തിയിലേക്ക് കടന്നു വരാം. 1 തിമോത്തിയുടെ 18-19 പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. 1 തിമോത്തി 1:18-19. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം, നീ പണ്ട് കേട്ട പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസ കപ്പലേ തകർന്നു പോയെന്ന്. അപ്പൊ മനസാക്ഷി കാത്തു സൂക്ഷിച്ചില്ലുള്ള കുഴപ്പം അതാണ്. വിശ്വാസ ജീവിതം തകിടം മറിയും
ഷിപ്രക്ക് യുവർ ഫെയ്ത്ത്, അല്ലേ? അപ്പം ഈ മനസാക്ഷി അത്ര കാതലായ ഒരു വിഷയമാണ്. കപട്ടത കാപട്യമൊക്കെ കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പം മനസാക്ഷി ചത്തുപോയാൽ എന്ത് പറ്റും? പിന്നെ എന്ത് പാവവും ചെയ്യാം, അല്ലേ? പാപം ചെയ്യുമ്പോൾ ഒരു കുറ്റബോധവും ഇല്ല, അല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാറില്ല, അയ്യോ ഈ വലിയ ദൈവദാസൻ ഇതൊക്കെ ചെയ്തു, എങ്ങനെ ചെയ്തു ഈ പുള്ളി? എല്ലാ സൺഡേ പ്രസംഗിക്കുന്നൊക്കെ ആളാണല്ലോ, അല്ലേ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ല, വലിയ നമ്മൾ ഇന്ത്യയിലൊന്നും കേൾക്കാത്ത അമേരിക്കയിലെ ദേവദാസം വീണു എന്നൊക്കെ കേൾക്കും. എന്തു പറ്റി? മനസാക്ഷിയൊക്കെ ചത്തിട്ട് വർഷങ്ങളായുള്ള ഗുണം എന്താണ്? എന്തു പാപവും ചെയ്യാം, അല്ലേ? മനസാക്ഷി ഇവിടെ യൂദായ്ക്ക് പറ്റുമല്ലേ? കർത്താവിനെയൊക്കെ ഒറ്റിക്കൊടുക്കാൻ എങ്ങനെ പറ്റി? ഒന്നാമത്തെ ദിവസം പിശാച് പോയി പറഞ്ഞ ഉടനെ അങ്ങ് പോയി ഒറ്റിക്കൊടുക്കോ? ഇല്ല. വർഷങ്ങളോളം എന്ത് ചെയ്യായിരുന്നു? അവൻ സഞ്ചിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? പണസഞ്ചിന്ന് അടിച്ചു മാറ്റി കുറച്ച് കഴിഞ്ഞാൽ കർത്താവിനെ വേണേൽ ഒറ്റിക്കൊടുക്കാൻ കുറച്ച് കാശ് തന്നാൽ ഞാൻ ചെയ്യാം, കണ്ടോ? എക്സ്പെർട്ടായി. അപ്പം മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ, അതിനെ നമ്മൾ ഗവനിക്കാതിരുന്നാൽ എന്ത് പറ്റും? വിശ്വാസ കപ്പൽ തകിടം മറിയും. ഇനി അവിടെ ആദ്യം പറഞ്ഞത്, ഞാൻ ഈ ആജ്ഞ നൽകിയിരിക്കുകയാണ്, ഈ ആജ്ഞ നിങ്ങൾ എങ്ങനെ പാലിക്കണം? തിമോത്തിയോസേ, പണ്ട് കേട്ട നിന്റെ പ്രവചനമൊക്കെ ഒത്തവണ്ണം നീ എന്ത് ചെയ്യണം? വിശ്വാസത്താലും നല്ല മനസാക്ഷിയാലും പോരാടണം. എന്താ ഈ ആജ്ഞ? അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാൽ മതി, ആജ്ഞ എന്തുവാന്നുള്ളത്. പൗലോസ് തിമോത്തിയോസിനെ എഫെസോസിലാക്കിയിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാ എഫെസോസിലാക്കിയത്? 5-ാമത്തെ വാക്യം, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, മനസാക്ഷി, നിർവ്യാജ വിശ്വാസം സ്നേഹം തന്നെ. ഈ ആജ്ഞ എന്താണ്? അതിന് തൊട്ടുമുമ്പത്തെ വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. അവിടെ എന്താ പറയാ, ഉപദേശത്തിന് വിപരീതമായി അതിൽ നിന്ന് വ്യതിചലിച്ച്, പത്യോപദേശത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയി വായിത്തോന്നൊക്കെ പ്രസംഗിക്കുന്നവന്മാർ അവിടെ ഉണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യണം? നിശബ്ദരാക്കണം. അത് 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ വായിച്ചാൽ മനസ്സിലാവും. വ്യതിചലിച്ചു പോയി വായിത്തോന്നൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗന്മാരെ, പത്യോപദേശം പ്രസംഗിക്കാത്ത പ്രസംഗന്മാരെ സഭയിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിശബ്ദരാക്കണമെന്ന്. നമ്മളൊക്കെ ഇത് പാലിക്കാറുണ്ടോ? അയ്യോ ഇന്ന് അങ്ങേര് പ്രസംഗിച്ച എന്തോ വചനവും ഇല്ല, ഒന്നുമില്ല, പിന്നെ നമുക്കെന്തോ ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല, അവനെ മിണ്ടാതിരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്യോപദേശത്തോട് അത്രയ്ക്ക് പ്രതിബദ്ധതയുള്ളൊരു കൂട്ടമായിരിക്കണം സഭ. തിമോത്തിയോസിനോട് അതാ പറഞ്ഞപ്പോൾ തിമോത്തിയോസിന് പേടിയായി കാണും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും, അല്ലാതെ തള്ളിക്കളയരുത്, ആത്മാർത്ഥതയോടും നീ എന്ത് ചെയ്യണം? പോരാടണം. ഇതൊരു പോരാട്ടമാണ് ഇത്, അല്ലേ? സഭയിൽ ഈ കള്ളപ്രസംഗകരൊക്കെ കയറുമ്പോൾ അവരെ കടപൂട്ടിക്കണമെന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പക്ഷെ അതെന്തുകൊണ്ടായി പറഞ്ഞിരിക്കുന്നത്? പത്യോപദേശം മാത്രമേ പ്രസംഗിക്കാവൂന്ന്. ഈ ആജ്ഞയുടെ ഉദ്ദേശം എന്താണ്? ശുദ്ധഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഉളവാക്കുന്ന സ്നേഹം. എന്തുകൊണ്ടാണ് സഭയിൽ പത്യോപദേശം മാത്രമേ പ്രസംഗിക്കാവൂന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ടത്? പത്യോപദേശം പ്രസംഗിച്ചാലേ എന്തുളവാകത്തുള്ളൂ? സ്നേഹം ഉളവാകത്തുള്ളൂ. അതറിയാവോ? പത്യോപദേശം ഇല്ലാത്ത സഭയിൽ സ്നേഹമാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഡോക്ടറിൻ പറഞ്ഞ ആരും അടിപിടി കൂടാറില്ല, ഭയങ്കര സ്നേഹമാണ്. അത് കൾട്ട് ഗ്രൂപ്പുകളുടെ സ്നേഹമാണ്. നിങ്ങൾക്കറിയാം, ദുരുപദേശ സംഘത്തിലൊക്കെ വലിയ കെട്ടിപ്പിടുത്തവും ഉമ്മയൊക്കെയാണ്. ആ സ്നേഹമല്ല. ഇതേത് സ്നേഹം? ശുദ്ധഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഉളവാക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കലും മാത്രമല്ല, അല്ലേ? ആത്മീയത വളർത്തുന്ന ശരിയായ സ്നേഹം, അത് വരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആജ്ഞ തരുന്നത്. പത്യോപദേശമൊക്കെ പറയാത്തവനെ മിണ്ടാതാക്കണം. അത് നീ എങ്ങനെ പാലിക്കണം? നല്ല മനസാക്ഷിയോടെ പോരാടണം. കണ്ടോ? അപ്പം നമ്മൾ ജീവിക്കുന്നതാകട്ടെ, നമ്മുടെ ശുശ്രൂഷയാകട്ടെ, നമ്മൾ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കണം. 1 പത്രോസ് 3:16 കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനി എന്ത് ചെയ്യണം? കുറേ പേര് വന്ന് നമ്മുടെ നല്ല നടപ്പിനെ ദുഷിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യത്തിൽ എതിർപ്പ് അനുഭവപ്പെടുകയാണ്. സുവിശേഷ വിരോധികൾ വന്ന് നമുക്ക് നമ്മളെ എതിര് പറയാം. നമ്മുടെ വീട്ടിലെ അമ്മായിയമ്മ തന്നെ ആയിരിക്കാം ചിലപ്പോൾ, ആരെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, നമുക്ക് എതിർപ്പ് നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന്, അവര് ലജ്ജിച്ചു പോകേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. കേട്ടോ, നമ്മൾ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിച്ച് നടന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പഴിക്കുന്നവന് തോന്നും, അയ്യോ ഇത്രയും നല്ല ആളെ എങ്ങനെ പഴിക്കാൻ തോന്നും? മിണ്ടാതിരുന്ന് നമ്മൾ നല്ല മനസാക്ഷിയും നല്ല നടപ്പങ്ങ് തുറന്നാൽ മതിയോ, നാം കുറച്ച് കഴിയുമ്പോൾ മിണ്ടാതാവും, അല്ലേ? ഇപ്പം ഒരു പട്ടി കിടന്ന് കുരയ്ക്കും, ഞാൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ പട്ടി എന്ത് ചെയ്യും? പട്ടി കുര നിർത്തും. അല്ലാതെ ഞാനും തിരിച്ച് കുരയ്ക്കാൻ പോയാൽ പിന്നെ കുരയായി, അല്ലേ? നമ്മൾ റോഡ് ചക്കണില്ലേ, ഒരു പട്ടി കുരയ്ക്കുന്നു, വേറൊരു പട്ടി പിന്നെ കുരയ്ക്കുന്നു, പിന്നെ രണ്ടും കൂടെ കുരയായി, പിന്നെ പാട്ട് മേളമായി, അല്ലേ? നമ്മുടെ വീടിനോട് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 150 പട്ടിയും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുരയാണ്. ആദ്യം കുരച്ച പട്ടിയെ ഗവനിക്കാതെ ബാക്കി എല്ലാവരും മിണ്ടാതിരുന്നിരുന്നെങ്കിൽ
അതാ എൻ്റെ വാട്ടിൽ പോയേനെ. ഇന്ന് സഭകളിൽ ഇതൊക്കെ തന്നെ, അങ്ങോട്ട് കുരയ്ക്കുന്നു ഇങ്ങോട്ട് കുരയ്ക്കുന്നു, കൊര 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 കൊര, അല്ലേ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പഴിക്കുമ്പോൾ മിണ്ടാതെ നല്ല മനസാക്ഷിയും സൂക്ഷിച്ച് അങ്ങ് നല്ല നടപ്പം കാഴ്ചവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ നാണിച്ചു പോകുന്നു. അയ്യോ, ഇത്രയും നല്ല ആൾക്കാരെ കുറിച്ചാണല്ലോ നമ്മൾ ഈ പറയുന്നത്. കേട്ടോ, അപ്പോൾ ഇത് വെറും 3 വേദഭാഗങ്ങളെ ഞാൻ വായിച്ചുള്ളൂ. ഒരു 10-20 വാക്യങ്ങളുണ്ട് പുതിയ നിയമത്തിൽ മനസാക്ഷിയെക്കുറിച്ച്. അപ്പോൾ കണ്ടോ, നമ്മുടെ ജീവിതത്തിലാകട്ടെ, നമ്മുടെ ശുശ്രൂഷയിലാകട്ടെ, നമ്മുടെ കഷ്ടതയിലാകട്ടെ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കണം. ആത്മാർത്ഥതയുള്ള കളങ്കമൊന്നും പാടില്ല. പാപബോധം വരുമ്പോൾ ആ സമയം ദൈവത്തോടാണെങ്കിൽ ദൈവത്തോട്, മനുഷ്യരോടാണെങ്കിൽ മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കണം. അല്ലാതെ അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് ഈ തൂത്ത് അടിയിലോട്ട് ഇടാമെന്ന് പറയത്തില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ പറയും സ്വീപ്പിംഗ് അണ്ടർ ദ കാർപ്പറ്റ്, അല്ലേ? നമ്മൾ തൂക്കാൻ പറയുമ്പോൾ തൂത്ത് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു, പക്ഷേ സോഫയുടെ അടി കിടപ്പുണ്ട് എല്ലാ പൊടിയും എന്ന് പറഞ്ഞ പോലെ ആവരുത് നമ്മുടെ പാപമായിട്ടുള്ള ഇടപാട്, അല്ലേ? എല്ലാം അങ്ങ് വെളിപ്പെടുത്തണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഒരു സഹോദരനാണ് പോയി പറയാം, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, തീർന്നു. നല്ല മനസാക്ഷിയാണ് എൻ്റെ ബഹുമാനത്തെക്കാളും വലുത്. അയ്യോ, അയാളുടെ അടുത്ത് പോയി ഞാൻ പാപം ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ കൊച്ചായി പോകില്ല, അതൊന്നുമല്ല. മാനത്തെക്കാളും വലുത് മനസാക്ഷിയാണെന്ന് ഓർത്തോണം. പുനരുത്ഥാന നിമിത്തം നമ്മൾ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കുന്നു. വളരെ വേഗം പോകട്ടെ. 3-ാമത്തേത് 1 കൊരിന്ത്യർ 15 32 മുതൽ 34. അത് 32 2-ാമത്തെ വചനം മുതൽ തുടങ്ങണേ. 1 കൊരിന്ത്യർ 15 32. മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിക്കുവിൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. അപ്പൊ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ, ഇങ്ങനൊരു പ്രത്യാശ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നാ ലോകം പറയുന്നത്? തിന്നുക കുടിക്കുക അടിച്ചു പൊളിക്കുക എന്ന്. അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പോകരുത്. അത് മലയാളം ബൈബിൾ, പ്രത്യേകിച്ച് പഴയ മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ദുർഭാഷണം സദാചാരത്തെ കെടുത്തുന്നോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ കുറേ മലയാളം ബൈബിളിൽ ഞാൻ നോക്കി, സമകാലിക ബൈബിളിൽ ഇങ്ങനെയാണ്: ഹീനമായ സൗഹൃദം സദ്ഗുണങ്ങളെ ദുഷിപ്പിക്കുന്നു. വേറൊരു തർജ്ജിമയിൽ ഇങ്ങനെയാണ്: അധമന്മാരുടെ സംസർഗം സജ്ജനങ്ങളെ ദുഷിപ്പിക്കുന്നു. ഇനി വേറൊരെണ്ണത്തിൽ വഞ്ചിക്കപ്പെടരുത്, ദുഷിച്ച കൂട്ടുകെട്ട് സദാചാരം നശിപ്പിക്കുന്നു. ഇംഗ്ലീഷിലും അതാണ് പറഞ്ഞത്, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ്. എന്താ ഈ ബാഡ് കമ്പനി? എന്താ ഈ തെറ്റായ കൂട്ടുകെട്ട്? ഈ പുനരുത്ഥാനം ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ലോകമാണ് എല്ലാം എന്നും പറഞ്ഞ് ജീവിക്കുന്നവന്മാരുണ്ടല്ലോ, ആ കൂട്ടുകെട്ടി നിങ്ങൾ പോകരുത്. അങ്ങനെ പോയാലുള്ള കുഴപ്പം എന്താണ്? പാപം ചെയ്യും. അതവിടെ പറഞ്ഞിട്ട് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനം എല്ലാവർക്കും ഇല്ല. പുനരുത്ഥാന പ്രത്യാശയോടുകൂടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന, നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. ഇന്ന് അങ്ങനെയുള്ള കൂട്ടുകെട്ട് വളരെ സഭയ്ക്കകത്ത് പോലും വരണം. കാരണം സഭയ്ക്കകത്ത് ആരാണ്? നേരത്തെ പറഞ്ഞവരാണ്. ഈ ലോകത്തിലെ ആവശ്യത്തിന് വേണ്ടി കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണ്, അല്ലേ? ജോലി കിട്ടണം, പഠിത്തം, മക്കളുടെ പഠിത്തം, പിന്നെ മക്കളുടെ കല്യാണം, പിന്നെ മക്കളുടെ കല്യാണം, അല്ലേ? ഇങ്ങനത്തെ ഈ വയറ്റിപ്പഴപ്പ് ശുശ്രൂഷകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെ കളഞ്ഞു വെച്ചിരിക്കും. കർത്താവിൻ്റെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞ് പ്രത്യാശ വെക്കുന്ന, അതായത് ഈ ലോകത്തിലെ ചപ്പ് ചവറൊന്നും എനിക്ക് വേണ്ട, ഇഹലോക സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട, ലൗകികത വേണ്ട എന്ന് പറയുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ എഴുതി വെച്ചോ, ആ സംസർഗം നിങ്ങളെ എന്തിലേക്ക് നയിക്കും? ദോഷത്തിലേക്ക് നയിക്കും. സദാചാരം കെടുത്തിക്കളയും. ലൂക്കോസിന്റെ സുവിശേഷം 12:13 മുതൽ 21. ലൗകിക ആഗ്രഹങ്ങൾ, മോഹങ്ങൾ വെച്ച് താലോലിച്ചാലുള്ള കുഴപ്പം, അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ 12:13 മുതൽ 21. അപ്പൊ ഇവിടെ ലൂക്കോസിന്റെ 12 കർത്താവ് വലിയ ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരുത്തൻ കേട്ടോണ്ട് നിൽക്കുന്ന ഒരുത്തൻ വന്നിട്ട് പറയാ, സ്വത്ത് തർക്കം തീർത്തു കൊടുക്കണം, അല്ലേ? എനിക്കത് വായിക്കുമ്പോൾ എപ്പോഴും യവൻ എവിടെ കിടന്നവനടായത്? കർത്താവ് ആത്മീയ കാര്യങ്ങളൊക്കെ അവിടെ പറയുമ്പോൾ വന്നിട്ട് പറയാം സ്വത്ത് തർക്കം. മിക്കവാറും എന്താ അറിയാൻ വന്നത്? കേരളത്തിലെ ഏതോ ഒരു കൺവെൻഷൻ പ്രസംഗനെ അയാൾ കണ്ടു. കൺവെൻഷൻ പ്രസംഗം പറഞ്ഞു, സകല പ്രശ്നങ്ങളുടെയും പരിഹാരകൻ യേശു ക്രിസ്തു എന്ന്. അപ്പോൾ അവൻ വിചാരിച്ച ഏത് മുളച്ച കാര്യവും കൊണ്ട് യേശുവിൻ്റെ അടുത്ത് പോകാമെന്ന്, അല്ലേ? അപ്പോൾ എൻ്റെ സ്വത്ത് തർക്കം, എൻ്റെ സഹോദരൻ എനിക്ക് സ്വത്ത് തരുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ മറുപടി കേട്ടോണേ,
അവനോട് അവൻ, ആ മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ ഈ പരിഹാരകനാണെന്ന് നിന്നോട് ആര് പറഞ്ഞത്? അത് കേരളത്തിലെ പ്രസംഗകൻ. അത് പോട്ടെ. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുകയും ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കും. ലൂക്കോസ് 12:15 അത് നിങ്ങൾ എല്ലാവരും കാണാ പഠിക്കണം. ആ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചുകൊള്ളുക. ഒരുവൻ സമൃദ്ധി, എത്ര വലിയ സമ്പത്തുണ്ടേലും അത് അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരം. ജീവന്റെ ആധാരം ബാങ്ക് ബാലൻസ് അല്ല. ഇന്ന് പക്ഷെ നമ്മൾ പ്രസംഗകരൊക്കെ അത് പ്രാപിക്കണില്ല, പിന്നെ എന്തോന്നു ജീവൻ എന്നല്ല പറയുന്നത്. ജീവന്റെ ആധാരം വസ്തുവകകളല്ല. എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് അല്ലേ? ആ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ഒരു ധനികനായ മനുഷ്യൻ ഒരുപാട് അല്ലേ നന്നായി വിളഞ്ഞു, 3-4 വർഷത്തേക്കുള്ളത് ലഭിച്ചു അല്ലേ? അപ്പൊ എന്താ ചെയ്ത ആ വ്യക്തി? ഞാൻ എന്ത് ചെയ്യണ്ടു, വിളവ് കൂട്ടി വെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു. ഏറിയ ആണ്ടിന് വേണ്ട, അതായത് ഇനി കൊച്ചുമക്കൾക്ക് വരെയുള്ള എല്ലാ അപ്പൂപ്പൻ പ്രാപിച്ചു വെച്ചിട്ടുണ്ടെന്ന് നമ്മൾക്ക് പറയാറില്ലേ? അതായത് എല്ലാം ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് അല്ലെ. ഇന്നത്തെ കാലത്ത് ഈ കളപ്പുരയൊന്നും ഇല്ല. ഇന്ന് നമ്മളെങ്ങനെയാണ്? ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ കളപ്പുരകൾ. ഇവിടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിറ്റ് കോയിൻ, ഇങ്ങനെ പലതും ഉണ്ട് അല്ലേ? ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെന്താ ഉള്ളിൽ പറയുന്നത്? ഇനി ഏറിയ നാളത്തേക്കൊന്നും ഭയപ്പെടാനില്ല, ബാങ്ക് ബാലൻസ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണം, അത്രയ്ക്ക് പൂജ്യമുണ്ട്, സന്തോഷം. അങ്ങനെയുള്ള വ്യക്തിയോട് ദൈവം എന്താ പറഞ്ഞേ? തിന്നുക, കുടിക്കുക. കണ്ടോ? അപ്പൊ കണ്ടോ, ലൗകിക സുഖവും സംതൃപ്തിയും വന്നപ്പോൾ ഇവനും പറയാണ് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇനി എന്താ? ഇനി ഒന്നുമില്ല, ജീവിതത്തിൽ ഒന്നും പ്രാപിക്കാനില്ല. അപ്പോൾ ദൈവം അവനെ വിളിച്ചു മൂട, മണ്ട. നമ്മളാണ് എന്ത് പറയും? ബുദ്ധിമാനെന്ന്. അയാൾ നല്ല മിടുക്കനാ, കണ്ടോ, 10 തലമുറയ്ക്കുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മിടുക്കനാ, സാമർത്ഥ്യക്കാരനാ. ദൈവം പറയാം മൂഢൻ. അതെന്താ മൂഢൻ? ഇത് ജീവന്റെ ആധാരമല്ല, ബാങ്ക് ബാലൻസ് മാത്രം പോരാ എന്ന് പറഞ്ഞാൽ പിച്ചക്കാരനാകണമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതല്ല ജീവിതത്തിലെ ഏറ്റവും കാതലായ വിഷയം. ഇതാക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. വായിച്ചാട്ടെ. നീ മരിച്ചുപോയ പിന്നെ ആർക്ക് പോവും അല്ലേ? തീർന്നു. നിന്റെ ജീവന്, നിനക്ക് ഈ പുനരുത്ഥാനം പ്രാപിക്കുവാൻ ഇത് പോരാ. നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ സമ്പത്ത് പോരാ. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാണ്. ലൗകിക കാര്യങ്ങളിലെല്ലാം വലിയ ശ്രദ്ധ, ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു ശ്രദ്ധയില്ല, ആത്മീയതയില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ മൂടന്റെ ഗതി വരുമെന്നായി പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യരുത്? ഇങ്ങനെയുള്ള മൂടന്മാരാക്കരുത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇങ്ങനെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്നവരാകരുത്. നമ്മൾ ആരുടെ കൂടെ പോകണം? മരണാനന്തര പ്രത്യാശ മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടരായിരിക്കണം. അതിനാണ് സഭ. പണ്ട് കാലത്തൊക്കെ അതുകൊണ്ടായിരുന്നു സഭയിലൊക്കെ ആളുകൾ ഓടി വന്നുകൊണ്ടിരുന്നത്. ഈ മണ്ടന്മാരുടെ ഇടയിൽ കിടക്കുക, മൂടന്മാരുടെ ഇടയിൽ കിടക്കുക. ഇവിടെ വരുമ്പോഴാണ് ശരിയായ പ്രത്യാശയിൽ ആനന്ദിക്കുന്ന ഒരു കൂട്ടം. പക്ഷെ ഇന്ന് സഭയിൽ പോകുമ്പോഴും അവിടെ ഇല്ല. അതിനകത്തൊരു ശേഷിപ്പ് പിന്നെ എടുത്താലേ ഇതൊക്കെ വല്ലതും കിട്ടത്തുള്ളൂ അല്ലേ? പല സഭകളിലും മൂടന്മാരാ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലേ? നമുക്ക് ബാങ്ക് ബാലൻസ് ആണ് എല്ലാം അല്ലേ? സഭയിൽ പക്ഷെ ഇത് കിട്ടണം അല്ലേ? യെശയ്യാവ് 22:12-13 അവിടെയാണ് ഈ നേരത്തെ വായിച്ച വാക്യം. തിന്നുക, കുടിക്കുക. അതും ശ്രദ്ധേയമായൊരു വാക്യമാണ്, അതുകൊണ്ടാണ് അത് വായിക്കുന്നത്. യെശയ്യാവ് 22:12-13. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലും വിലാപത്തിനും മുട്ടയടിക്കുന്നതിനും തൊട്ടെടുക്കുന്നതിനും വിളിച്ചപ്പോൾ, മാനസാന്തരപ്പെടുവാൻ തന്റെ ജനത്തെ വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും, കാളറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. കേട്ടോ? അപ്പൊ തിന്നുക, കുടിക്കുക, നാളെ മരിക്കും എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? ഈ പറഞ്ഞ പോലെ മാനസാന്തരപ്പെടാൻ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫീസ്റ്റിംഗ്, നോട്ട് ഫാസ്റ്റിംഗ് അല്ലേ? നമ്മൾ ആനന്ദിച്ച് തുള്ളിച്ചാടി. അപ്പൊ അതെന്താണ്? ഈ പറഞ്ഞാണ് തിന്നുക, കുടിക്കുക, ഈ ലൗകിക കാര്യങ്ങൾ മാത്രം നോക്കുക. ആത്മീയമായിട്ടൊരു സെൻസിറ്റിവിറ്റി ഇല്ല, ആത്മീയ കാര്യങ്ങളോടൊരു പ്രതികരണമില്ല. അങ്ങനെ ആയിപ്പോകരുത്. ഞാനിനി വാക്യങ്ങൾ വായിക്കുന്നില്ല, ഞാൻ തന്നെ പറഞ്ഞു. 1 പത്രോസ് 4:2-3 പറഞ്ഞിരിക്കുകയാണ്, ജാതികളുടെ ഇച്ഛ അല്ലെങ്കിൽ അവരുടെ ഹിതം ചെയ്തത് മതി.
ഇങ്ങനെ അവർ പറയുന്ന പാപങ്ങളെല്ലാം ചെയ്തല്ലോ, നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുമല്ലോ, അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ പരിപാടികളും അവർ പറയുന്നത് പോലെ തുള്ളിച്ചാടി പോയത് മതി, ഇനി ദൈവ ഇഷ്ടത്തിന് ജീവിക്കാം. അല്ലേ? 1 യോഹന്നാൻ 3:1-2 നമ്മൾ പലപ്പോഴും വായിച്ചതാണ്, ഞാൻ വായിപ്പിക്കുന്നില്ല. കർത്താവ് മടങ്ങി വരുമ്പോൾ നാം അവൻ്റെ സാദൃശ്യത്തിലാകും. ഈ പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യണം? അവനെപ്പോലെ നിർമ്മലനാകണം. ഉണ്ടോ? അപ്പം ആ പ്രത്യാശയും അതിൻ്റെ പ്രായോഗിക ജീവിതത്തിലെ പ്രതിബദ്ധതയായ നിർമ്മലതയും അന്വേഷിക്കുന്നവരായിരിക്കണം നമ്മുടെ സഹവാസികൾ. അതായിരിക്കണം നമ്മുടെ അടുത്ത വിശ്വാസികൾ. അല്ലാതെ യേശുക്രിസ്തുവിനെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കാം എന്നൊക്കെ പറയുന്നവരൊന്നുമല്ല. ഇപ്പോൾ കണ്ടോ, പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സംസർഗം സൂക്ഷിക്കണം. ലൗകികതയെ വാഴിക്കുന്ന സംസർഗം വിട്ടുകളയണം. എന്നിട്ട് നിത്യതയെ വിലമതിക്കുന്നവരുടെ കൂട്ടായിരിക്കണം നമ്മൾ. ഇനി 2 പ്രായോഗിക തലങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാനായിരുന്നു. ഫിലിപ്പ് ലേഖനം 3:7-11. അത് മൊത്തം അങ്ങ് വായിക്കാം. നിർത്തി വായിക്കുമ്പോൾ ഒരുപാട് സമയം പോകുന്നു. ഫിലിപ്പ് ലേഖനം 3:7-11 എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്, എന്നാലും വായിച്ചു കേൾക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തുനിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് കേട്ടോ, വലിയ വാക്യം അല്ലേ. കർത്താവ് എന്താ പൗലോസ് പറയുന്നത്? എന്താ? ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നിറഞ്ഞ പരിജ്ഞാനം ഞാൻ മനസ്സിലാക്കുമ്പോൾ സകലതും ഞാൻ ഛേദമെന്നെണ്ണുന്നു. എനിക്ക് ലാഭമായിരുന്നത് അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ അതെല്ലാം ഛേദമെന്നെണ്ണിട്ട് എന്താ പിന്നെ കാംക്ഷിക്കുന്നത്? എനിക്ക് അവനെ അറിയണം, അവൻ്റെ കഷ്ടതയുടെ കൂട്ടായ്മ വേണം, അല്ലേ, പുനരുത്ഥാന ശക്തി പ്രാപിക്കണം. ഇങ്ങനെ എന്തിനാ സ്വന്തം നീതിയെല്ലാം വിട്ട് ക്രിസ്തുവിൻ്റെ നീതീകരണത്താൽ ലഭിക്കുന്ന നീതിയാൽ അവനിൽ അടങ്ങിയിരിക്കണം? ഇതെല്ലാം എന്തിനാ? ആത്യന്തികമായി വല്ലവിധേനയും എനിക്ക് മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. കേട്ടോ, അത് പ്രാപിക്കണേൽ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെ ചുമ്മാ ഇരുന്നാൽ പോരാ. പ്രത്യാശയാണെന്ന് പറഞ്ഞ് പാട്ടുപാടിയിട്ട് കാര്യമില്ല, അല്ലേ? ഇത് പ്രാപിക്കാൻ വേണ്ടി അപ്പോസ്തലൻ എന്താ ചെയ്യുന്നത്? സകലതും ചാപ്പും ചവറെന്ന് ഞാൻ എണ്ണുന്നു, ക്രിസ്തുവിനെ മാത്രം ഞാൻ വിലമതിക്കുന്നു, അവൻ്റെ നീതി മാത്രം പ്രാപിച്ച് അവനിൽ അടങ്ങിയിരിക്കുന്നു. കേട്ടോ, അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ വിപരീതമായത്. ലൗകികന്മാരെന്താ ചെയ്യുന്നത്? മരണം കഴിഞ്ഞൊന്നും ഒരു ജീവിതമൊന്നുമില്ല, ഇതേ ഉള്ളൂ, അല്ലേ? ഇംഗ്ലീഷിലൊക്കെ പറയും യു ഓൺലി ലിവ് വൺസ്, യോലോ എന്നൊക്കെ പറഞ്ഞ് നടക്കും, അല്ലേ? അപ്പം പിന്നെ സിന്ദഗി നഹി മിലേഗ ദുബാര, പിന്നെ അങ്ങ് അടിച്ച് പൊളിക്കുക, അല്ലേ? ഇപ്പോൾ പോയില്ല പിന്നെ എപ്പോൾ പോകും, അല്ലേ? ചിലരൊക്കെ പറയാറില്ലേ, ബ്രസീലിൽ പോയിട്ടില്ലേ, ആമസോൺ റിവർ കണ്ടിട്ടില്ലേ, ഈ പ്രാവശ്യം കണ്ടില്ല പിന്നെ എപ്പോൾ കാണും? ഇതൊക്കെ ചെയ്യണ്ടേ ജീവിതത്തിൽ? ഇതാണ് ലൗകികന്മാരുടെ ചിന്ത. പൗലോസ് എന്താ പറയുന്നത്? എല്ലാം ചാപ്പും ചവറൊന്നും ഞാൻ എണ്ണുന്നു, എനിക്ക് ക്രിസ്തുവിനെ എങ്ങനെയും ഒന്ന് നേടണം. ഈ ആമസോണിൽ പോകാനും അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാനൊന്നും സമയമില്ല, ഇതൊന്നും സമയമില്ല എനിക്ക്. ഈ ജീവിതത്തിനൊരു ഉദ്ദേശമുണ്ട്, ഒരു ഓടി ഒരിടത്ത് എത്തണം, അവിടെ എത്തണം. കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ലൗകികന്മാരുടെ സഹവാസം വിട്ടേച്ച് പൗലോസിനെ പോലെ നമ്മൾ ഓടണം. ഇനി അവൻ എന്താ ലാഭമായിരുന്നെല്ലാം ഛേദമെന്ന് എണ്ണിയത്? അതിന് മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ അറിയാം എന്തൊക്കെയാണ് അവൻ ഛേദമെന്ന് എണ്ണിയെന്നറിയാവോ? അവൻ്റെ കുടുംബ മഹിമ, അല്ലേ? അവൻ ഏത് ഗൃഹത്തിൽ ജനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ മതപരമായ അവൻ്റെ ഭക്തിപ്രവർത്തികൾ. പിന്നെ മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ സ്വയനീതി, തൻ്റെ സ്വന്തം നീതി, ന്യായപ്രമാണത്തിലൂടെ തനിക്ക് ലഭിക്കുന്ന സ്വയനീതി. ഇതിനെല്ലാം താൻ ചപ്പെന്നും ചവറെന്നും എണ്ണി, താൻ ഛേദമെന്ന് എണ്ണിയിട്ട് പകരം, കുടുംബമഹിമയ്ക്ക് പകരം, തൻ്റെ ഭക്തിപ്രവൃത്തികൾക്ക് പകരം, തൻ്റെ ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതിക്ക് പകരം യേശു ക്രിസ്തുവിനെ താൻ വിലയേറിയതായിട്ട് എണ്ണി, ലാഭമായിട്ട് എണ്ണി. അങ്ങനെ താൻ ക്രിസ്തുവിൽ അടങ്ങിയിരുന്ന് അവനുമായുള്ള കൂട്ടായ്മയിൽ ഒരു വില കൊടുത്ത് കഷ്ടാനുഭവങ്ങളെല്ലാം സഹിച്ച് വിശുദ്ധമായൊരു ജീവിതം കാത്തുസൂക്ഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? 11-ാം വാക്യം, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം തനിക്ക് പ്രാപിക്കണം. എൻ്റെ ജഡത്തിന്, എൻ്റെ സ്വയത്തിന് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ആദ്യ സ്നേഹവും ഏക നിക്ഷേപവും ക്രിസ്തു മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മരിച്ചവരുടെ പുനരുത്ഥാനം
നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട നാലാമത്തെ പ്രായോഗിക തലത്തിലുള്ള ലക്ഷണം എന്താണ്? സകലത്തിനും മീതെ യേശു ക്രിസ്തുവിനെ വിലമതിക്കുന്നൊരു ഹൃദയം. സകലത്തിനും മേലായി യേശു ക്രിസ്തുവിനെ വിലമതിക്കുക. ബാക്കിയെല്ലാം ക്രിസ്തുവിൻ്റെ മുൻപാകെ ചപ്പന്നും ചവറൊന്നും എണ്ണി ജീവിക്കുക. അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ചും ഞാൻ യേശുവിൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറൊന്നെണ്ണുന്നു. എൻ്റെ ഹൃദയം ക്രിസ്തുവിനെ മാത്രം വിലമതിക്കുന്നു. ബാക്കി ലോകത്തിന് തരുവാനുള്ളത്, മതത്തിന് തരുവാനുള്ളത്, കുടുംബത്തിന് തരുവാനുള്ളതെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. എൻ്റെ ജഡത്തിന് മഹത്വമെടുക്കുവാൻ, സ്വയത്തിന് പുകഴുവാനുള്ള ഒരു സ്വയനീതിയിലും ഞാൻ ഒരു ആകർഷണവും കാണുന്നില്ല. അതെല്ലാം ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ പരിജ്ഞാനത്തിന് മുൻപിൽ ഛേദമെന്നെണ്ണിക്കൊണ്ട് ഒരു വ്യതിചലനവുമില്ലാത്ത രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ടുള്ള ഒരു ഓട്ടം ഞാൻ കാഴ്ചവെക്കുന്നു. എന്തുകൊണ്ടാണ്? പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട്. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വ്യതിചലനവുമില്ലാതെ ക്രിസ്തുവിനെ മാത്രം നോക്കി ഓട്ടം തികയ്ക്കുവാൻ ബദ്ധപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പുനരുത്ഥാനം പ്രാപിക്കുവാൻ വേണ്ടി കാംക്ഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഓട്ടം, അവനെ മാത്രം വിലമതിക്കുന്ന ഒരു ഓട്ടം നമ്മുടെ ജീവിതത്തിലും നാം കാഴ്ചവെക്കേണ്ടതാണ്. ഇനി 5-ാമതായിട്ടുള്ള പ്രായോഗിക തലത്തിലുള്ള ലക്ഷണം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം. അത് 1 കൊരിന്ത്യർ 15 അതിൻ്റെ 57 58 വാക്യങ്ങളിലാണ്. അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഏത് ജയം? മരണമെന്ന ആ മഹാശമ്പളത്തിൽ നിന്ന് മരണം നീങ്ങി ജയം നൽകുന്ന, പുനരുത്ഥാനത്തിൽ പൂർണ്ണമായിട്ടും മരണം നീങ്ങി ജയം നൽകുന്ന ആ ജയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുള്ളതുകൊണ്ട്, ജയം സുനിശ്ചിതമായതുകൊണ്ട്, മരണാനന്തര ജയം നമുക്ക് സുനിശ്ചിതമായതുകൊണ്ട് 58-ാം വാക്യം ആകയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വസ്തുതയായിരിക്കെ, മരണത്തിനതീതമായിട്ട് മരണാനന്തര പ്രത്യാശ, മരണാനന്തര ജയം നമുക്ക് സുനിശ്ചിതമായിരിക്കുകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. മരണാനന്തര പ്രത്യാശ, പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ 5-ാമതായിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ട ലക്ഷണം ഇതാണ്: ദൈവത്തിൻ്റെ വേല നമ്മൾ അതിധൈര്യത്തോടെ ചെയ്ത് വർദ്ധിച്ചു വരണം. കാരണം എന്താണ്? നമുക്ക് ഉറപ്പും കുലുങ്ങാത്തവരുമായിരിക്കുവാൻ കഴിയും. കാരണം നമ്മുടെ പ്രയത്നം, യേശു ക്രിസ്തുവിന് വേണ്ടി നാം ചെയ്യുന്ന ഏതു പ്രയത്നവും കർത്താവിൽ വ്യർത്ഥമല്ല. ഏത് കഷ്ടതയും, മരണത്തെ പോലും സഹിക്കുവാൻ കഴിയും. കാരണം അതിനപ്പുറത്തൊരു ജയം സുനിശ്ചിതമാണ്. ദൈവത്തിൻ്റെ വേല, ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ, ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ എന്ത് വില കൊടുത്തും ചെയ്യുവാൻ നമുക്ക് ഉറപ്പുണ്ട്. കാരണം അതൊന്നും ഒരിക്കലും വൃഥാവായി പോവുകയില്ല. ഒരു കഷ്ടതയും വൃഥാവായി പോവുകയില്ല. ഒരു പോരാട്ടവും വൃഥാവായി പോവുകയില്ല. മരണം സംഭവിച്ചാൽ അതുപോലും വൃഥാവായി പോവുകയില്ല. കാരണം മരണത്തെ അതിജീവിക്കുന്ന ജയം കർത്താവിൽ നമുക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലൻ ഇതേ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തതും വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്കെന്തു പ്രയോജനം? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയിർപ്പ് സുനിശ്ചിതമായതുകൊണ്ട് 30-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്: ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിൽ ആകുന്നു. അതൊന്നും ഒരു സാരമില്ല, അതൊക്കെ ചെയ്യുവാൻ കഴിയുന്നു എന്നാണ് നിങ്ങൾ പറയുന്നു. മരണാനന്തര പുനരുത്ഥാനമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിന് എന്നാണ് 30, 31, 32 വാക്യങ്ങളിൽ ചോദിക്കുന്നത്. ഞാൻ എന്തിന് ഈ പ്രാണഭയത്തിൽ എപ്പോഴും ജീവിക്കണം?
ഞാൻ എന്തിനു ദിവസേന മരിക്കണം? ഞാൻ എന്തിനാ എഫസോസിൽ മൃഗയുദ്ധം ചെയ്തത്? ഇതൊക്കെ വെറും മാനുഷികവും മരണാനന്തരമായിട്ട് കർത്താവിൽ ഒരു ജയവും ഒരു പ്രത്യാശയ്ക്കും വകയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ വൃഥാവല്ലേ? ഈ ആയുസ്സിൽ മാത്രം നിലനിൽക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ വേലയെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് വേല ചെയ്യണം? എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. മരണാനന്തര ജയം നമുക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ട് പ്രാണഭയത്തിൽ നാഴികതോറും ചെലവിട്ടുകൊണ്ട് ഉറപ്പോടും കുലുങ്ങാതെയും ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാൻ കഴിയും. എന്നും മരിക്കാം. എന്നും മൃഗം യുദ്ധം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വന്യമൃഗങ്ങളുമായിട്ടുള്ള യുദ്ധമെന്നാണ് പാശ്ചാത്യ സംസ്കാരത്തിൽ വളർന്നു വന്ന വിശ്വാസികളും മതപണ്ഡിതന്മാരും ഒക്കെ പറയുന്നത്. എന്നാൽ മൃഗയുദ്ധം ഞാൻ മനസ്സിലാക്കുന്നത് പോരാട്ടത്തെക്കുറിച്ചാണ്. പൈശാചിക ശക്തികളുമായിട്ടുള്ള യുദ്ധത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ വളരെയധികം ശക്തമായ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ചെയ്ത് വില കൊടുത്ത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ഉറപ്പോടെയും കുലുങ്ങാതെയും ഇരിക്കുവാനുള്ള പ്രത്യാശ കർത്താവിൽ എനിക്കുണ്ട്. എൻ്റെ ഒരു പ്രയത്നവും എത്ര വില കൊടുക്കേണ്ടി വന്നാലും, എത്ര സാഹസികമായാലും, എത്ര ത്യാഗസമ്പൂർണമായ ഒരു കാര്യമാണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിലും അതൊന്നും വ്യർത്ഥമാകുകയില്ല. കാരണം മരണാനന്തര പുനരുത്ഥാനമുണ്ട്. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ മരണത്തിൻ്റെ മേൽ ജയം സുനിശ്ചിതം. അതുകൊണ്ട് വേലയിൽ വർദ്ധിച്ചു വരാം. എത്ര വില കൊടുക്കേണ്ടി വന്നാലും, എത്ര പീഡ സഹിക്കേണ്ടി വന്നാലും, എത്ര എതിർപ്പുള്ള ഒരു സ്ഥലമായാലും വേലയിൽ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ കണ്ടു. കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ടു വരുന്ന 5 ലക്ഷണങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ അന്യോന്യം ആശ്വസിപ്പിക്കണം. പ്രത്യാശയില്ലാത്ത അവിശ്വാസികളെ പോലെ മരണമുഖത്തിൽ നമുക്ക് സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ പ്രത്യാശയില്ലാതെ ദുഃഖിക്കരുത്. ദുഃഖവേളയിൽ അന്യോന്യം ആശ്വസിപ്പിക്കണം. രണ്ടാമതായി കണ്ടു, നല്ല മനസാക്ഷി കാത്തു സൂക്ഷിച്ച് നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിന് വേണ്ടി ഒരുങ്ങണം. മൂന്നാമത് കണ്ടു, പുനരുത്ഥാനമൊന്നുമില്ല, ഈ ലോകം മാത്രമേ ഉള്ളെന്നും പറഞ്ഞ് ലൗകികതയിൽ ജീവിക്കുന്നവരുടെ ദുഷിച്ച കൂട്ടുകെട്ട് നമ്മൾ വിട്ടുകളയണം. നാലാമത് കണ്ടു, എല്ലാത്തിനും മേലായിട്ട് കർത്താവിനെ വിലമതിച്ചുകൊണ്ട് അവനെ മാത്രം നേടുവാനുള്ള ഏകാഗ്രതയോടുകൂടെ നമ്മൾ ഓടണം. അഞ്ചാമതായിട്ട് കണ്ടു, തിരുവേലയിൽ കർത്താവ് നൽകിയിരിക്കുന്ന ശുശ്രൂഷയിൽ നമ്മൾ ഒരു ഭയവും കൂടാതെ അതിശക്തമായിട്ട് ഉറപ്പോടെ കുലുങ്ങാതെ അവൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ഉപസംഹരിക്കട്ടെ. എബ്രായർ 2:14-15 വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. കർത്താവ് ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തു കടന്നു വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കുവാനും ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മളെ, ഈ അടിമകളായിരുന്ന നമ്മളെ ആ മരണഭയത്തിൽ നിന്ന് വിടുവിക്കുവാനും കർത്താവ് ഭൂമിയിൽ വന്ന് തൻ്റെ പ്രവൃത്തി ചെയ്തത് നിമിത്തം, സുവിശേഷം നിമിത്തം മരണഭയം നീങ്ങി. പ്രിയപ്പെട്ടവരെ, ഇനിയും മരണത്തെ നമ്മൾ വെല്ലുവിളിക്കുന്നവരാണ്. മരണമുഖത്തിൽ പോലും തളർന്നു പോകാതെ ഉറപ്പോടെ യേശുക്രിസ്തുവിനെ മാത്രം കാംക്ഷിച്ച് അവൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രത്യാശയാണിത്. അതുകൊണ്ട് എല്ലാ മരണഭയത്തെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ ദുഃഖത്തിൻ്റെ മധ്യത്തിലും പ്രത്യാശയോടെ ആയിരുന്നു കൊണ്ട്, നല്ല മനസാക്ഷി കാത്തു സൂക്ഷിച്ച്, ലൗകിക ചിന്തകളെല്ലാം വെടിഞ്ഞ് ക്രിസ്തുവിനെ മാത്രം വിലമതിച്ചുകൊണ്ട് അവൻ്റെ വേലയിൽ എന്തു വിലയും കൊടുത്ത് ഉറപ്പുള്ളവരായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള ഈ ജയവും ഈ പ്രത്യാശയും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുകാരൻ പറഞ്ഞതുപോലെ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ ഇനി തെല്ലും ഭയമെന്നേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം. ആ ഒരു ധൈര്യം കണ്ടോ? യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ധൈര്യവും ആ പ്രത്യാശയും ആ ഉറപ്പും ആ ജയവും പ്രാപിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിയോഗം നൽകുന്നത് പോലെ നിങ്ങൾക്ക് ആർക്ക് വേണേലും പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാം.
ഹല്ലേലൂയ, സ്തോത്രം.